Good evening. Hello. Good evening, sir. Good evening. Okay. നമുക്ക് പതുക്കെ തുടങ്ങിയാലോ? ഓക്കെ Okay, sir. റൈറ്റ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയത് സാമ്പിളിങ്ങിനെ കുറിച്ചായിരുന്നു. ഓക്കെ. അപ്പം സാമ്പിളിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിങ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതിൽ ഒന്നാണ് സിമ്പിൾ റാൻഡം സാമ്പിളിങ്. അപ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോറ് പരിശോധിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ കറിയിൽ ഉപ്പുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്ന പോലെ. ഓക്കെ. അപ്പം അത് തന്നെ രണ്ട് തരത്തിൽ നമുക്ക് ഈ റാൻഡം സാമ്പിളിംഗ് നടത്താം. ഒന്ന് ലോട്ടറി മെത്തേഡ്. ഓക്കെ. ലോട്ടറി മെത്തേഡ് എന്ന് പറഞ്ഞ സമയത്ത് നമുക്കറിയാം ലോട്ടറി എങ്ങനെ എടുക്കണമെന്ന് അറിയില്ല. അതായത് ഒരു പോപ്പുലേഷനിലെ ഒരു യൂണിറ്റിനെ നമ്മൾ ലോട്ടറി എടുക്കുന്ന പോലെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ലോട്ടറി മെത്തേഡ് എന്ന് പറയും. അതുപോലെ റാൻഡം ടേബിൾ മെത്തേഡ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അതിന് ഒരു റാൻഡമായിട്ട് അതിലെ ഇപ്പോൾ ഒരു പോപ്പുലേഷനിലെ തന്നെ ഒരു പർട്ടിക്കുലർ സെക്ടറിൽ നിന്ന് എത്ര എടുക്കണം എന്നുള്ള ഒരു നമ്പർ, ആ നമ്പറുകൾ നമ്മളൊരു ടേബിൾ ഉണ്ടാക്കുന്നു. അതിൽ നിന്ന് റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നത് റാൻഡം ടേബിൾ മെത്തേഡ്. ഇതൊക്കെ റാൻഡാണ്. അതായത് നമുക്കിപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ടൊന്നും അതിനകത്തേക്ക് പോകാനില്ല. പക്ഷെ നമ്മൾ വേറൊരു ടൈപ്പ് ഉപയോഗിക്കുന്നതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിനകത്ത് ഓരോ പോപ്പുലേഷന് തന്നെ ഡിഫറൻ്റ് ആയിട്ട് തിരിച്ചിട്ട് അതിനകത്ത് നിന്ന് ഓരോ ലെയറായിട്ട് നമ്മൾ എടുക്കുന്നതിനെയാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഒന്ന് തുടങ്ങിയിട്ട് ഒരു 100 പേര് അല്ലെങ്കിൽ ഒരു 50 പേരുള്ള ഇതാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പം നമ്മളിതാ ഈ സ്കൂളിലൊക്കെ നമ്മൾ ചെയ്യാറില്ലേ, എന്തുവാണ്, നമ്മൾ ആദ്യത്തിൽ ഹൗസ് തിരിക്കില്ലേ കുട്ടികളുടെ. ഹൗസ് തിരിക്കുന്ന സമയത്ത് ഇപ്പം 5 ഹൗസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 9ാം ക്ലാസ് എയിലെ കുട്ടികൾ, ആദ്യ 9ാം ക്ലാസ്സിൽ മൊത്തം കുട്ടികൾ ABCDEFGH. അപ്പോൾ അതിൽ ആദ്യത്തെ കുട്ടി 9ാം ക്ലാസ് എയിലെ ആദ്യത്തെ കുട്ടി ആദ്യത്തെ ഹൗസിൽ, രണ്ടാമത്തെ കുട്ടി രണ്ടാമത്തെ ഹൗസിൽ. അതായത് അടുത്ത 9ാം ക്ലാസ് ബിയിലെ ആദ്യം 9ാം ക്ലാസ് എയിലെ കുട്ടി ആദ്യത്തെ ഹൗസിലേക്ക് പോകുന്നു, 9ാം ക്ലാസ് ബിയിലെ ആദ്യത്തെ കുട്ടി അതിൻ്റെ അടുത്ത ഹൗസിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മളൊരു ഓർഡർ ആക്കിയിട്ട് ചെയ്യും. സോ ദിസ് ഈസ് ഇൻ അതർ വേർഡ്സ് വി കോൾ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ഓക്കെ. അനദർ ടൈപ്പ് ഇസ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിലാണ് നമ്മൾ ലെയർ ആക്കിയിട്ട് ഓരോ സ്ട്രാറ്റ ആയിട്ട് തിരിച്ചിട്ട് അതിനകത്ത് നിന്ന് നമ്മുടെ ഹോമോജനസ് ഗ്രൂപ്പിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ചെയ്തെടുക്കുന്നത്. ഓരോ സ്ട്രാറ്റയിൽ ഇപ്പോൾ നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചിട്ടാകാം, അതല്ലെങ്കിൽ ജെൻഡർ അനുസരിച്ചിട്ടാകാം, അതല്ലെന്നുണ്ടെങ്കിൽ നേച്ചർ ഓഫ് ദ ഫിനോമിന അനുസരിച്ചിട്ട് ഏത് വേണമെങ്കിലും ആകാം. അനദർ ടൈപ്പ് ഈസ് കോൾഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓരോ ക്ലസ്റ്ററുകൾ ഉണ്ടാക്കിയിട്ട് ആ പോപ്പുലേഷൻ ഓരോ ക്ലസ്റ്ററുകളിൽ നിന്ന് എടുക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ അപ്പർ പ്രൈമറി സെക്ഷൻ അതൊരു ക്ലസ്റ്റർ ആക്കുന്നു, ഹൈസ്കൂൾ ഒരു സെക്ഷൻ ആക്കുന്നു, ഹയർ സെക്കൻഡറി വേറൊരു സെക്ഷൻ ആക്കുന്നു. അങ്ങനെ ക്ലസ്റ്ററുകളാക്കിയിട്ട് ആ ക്ലസ്റ്ററുകളിൽ നിന്ന് നാം സാമ്പിൾ സെലക്ട് ചെയ്യുന്ന മെത്തഡോളജിയാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് മെത്തേഡ്. ദെൻ മൾട്ടി സ്റ്റേജ് ആൻഡ് മൾട്ടി ഫേസ് സാമ്പിളിംഗ്. അപ്പോൾ ഒരു പോപ്പുലേഷനിൽ തന്നെ നമുക്ക് പല ഘട്ടങ്ങളിലായിട്ട് അല്ലെങ്കിൽ മൾട്ടി ഫേസ് ആയിട്ട് അല്ലെങ്കിൽ മൾട്ടി സ്റ്റേജ് ആയിട്ട് നാം സെലക്ട് ചെയ്യുന്ന സാമ്പിളിംഗ് മെത്തേഡിനെയാണ് സാധാരണയായിട്ട് ഈ മൾട്ടി സ്റ്റേജിങ് ആൻഡ് മൾട്ടി ഫേസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒരു ഡിസ്ട്രിക്റ്റിലെ സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സച്ചേസ് ഡിസ്ട്രിക്റ്റിൽ നിന്ന്, അതേപോലെ തന്നെ വിവിധ ഡിസ്ട്രിക്റ്റുകളിൽ തന്നെ അതിനെ റൂറലായിട്ടും അതേപോലെ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്റ്റഡി എടുക്കുന്നത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി നടത്തുന്നു. ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി നടത്തുന്ന സമയത്ത് അതിൽ ഡിഫറൻറ്റ് സ്റ്റേജസിലുള്ള കുട്ടികളെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഡിഫറൻറ്റ് സ്റ്റേജസ് എടുക്കേണ്ടി വരും. അതായത് ഇപ്പം LP സെക്ഷൻ,
UP സെക്ഷൻ, ഹൈസ്കൂൾ സെക്ഷൻ, ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജിൽ അവരുടെ ഗ്രോത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് സാമ്പിളിങ് നടത്താവുന്നതാണ്. ദെൻ രണ്ടാമത്തെ മെയിൻ കാറ്റഗറി ആയിട്ടുള്ള സാമ്പിളിങ് ഈസ് കോൾഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്. അതായത് അവിടെ പ്രോബബിലിറ്റി ഒന്നും നമ്മൾ നോക്കുന്നില്ല, എത്രത്തോളം നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഇൻ്റർവെനിങ് വേരിയബിളും വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ സാങ്കത്യം പരിശോധിച്ചുകൊണ്ടല്ല നമ്മൾ സാധാരണയായിട്ട് ഇത് ചെയ്യുന്നത്. ജസ്റ്റ് എ മിനിറ്റ്. Okay, sorry for hello ആ അർജുനാണോ? അർജുൻ, ഞാൻ പറഞ്ഞില്ല 5 മണിക്ക് ഞാൻ ഇതപ്പോൾ മീറ്റിങ്ങിൽ കയറി ഞാൻ 7 മണിക്ക് ഫ്രീ ആവും കേട്ടാ. ഓക്കെ, 7 മണിക്ക് ശേഷം ഞാൻ ഫ്രീ, 7 മണി വരെ എനിക്ക് മീറ്റിംഗ്. സ്കൈപ്പ്, ഓക്കെ സ്കൈപ്പ് ID ഒന്ന് എനിക്ക് വാട്സപ്പിൽ ഇട്ടോളൂ. ഓക്കെ. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ നമ്മുടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫിനോമിന അത് അതിൻ്റെ പ്രോബബിലിറ്റി സാധ്യത ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് നടത്തുന്നത്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനകത്ത് നമ്മൾ കൃത്യമായിട്ട് അതൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഒരു നോൺ റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ അൺകൺട്രോൾഡ് സാമ്പിളിംഗ് എന്ന് ഇതിനെ പലരും വിളിക്കാറുണ്ട്. അതിലൊരു ഒന്നാമത്തെ ടൈപ്പാണ് ഇൻസിഡൻ്റൽ സാമ്പിളിംഗ്. ഇൻസിഡൻ്റൽ സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺവീനിയൻസ് ഇൻസിഡൻ്റ് ആയിട്ട് നമ്മൾ ഒരു സാമ്പിൾ എടുക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ ഈ മറ്റേ നമ്മുടെ ചാനലുകൾ അല്ലെങ്കിൽ മീഡിയാസൊക്കെ ഇത് നടത്താറില്ലേ, നമ്മുടെ ഫോർകാസ്റ്റ്, ഇലക്ഷൻ്റെ ഫോർകാസ്റ്റ് നടത്താറുണ്ട്. ഈ ഇലക്ഷൻ്റെ ഫോർകാസ്റ്റ് നടത്തുമ്പോൾ പലപ്പോഴും അവർ എന്താ ചെയ്യുക, അവർ ഇപ്പോൾ തൃശ്ശൂർ ടൗണിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കുന്നു, അവിടുന്ന് കുറച്ച് ആൾക്കാരുടെ അടുത്ത് നിന്ന് സാമ്പിൾ എടുക്കുന്നു. അതേപോലെ തന്നെ ശക്തൻ്റെ അവിടെയാണ് ആദ്യം എടുത്തതെന്നുണ്ടെങ്കിൽ ചിലപ്പം പടിഞ്ഞാറക്കോട്ടയായിരിക്കും, അല്ലെങ്കിൽ വേറെ, അങ്ങനെ അതിൽ കൂടെ പോകുന്ന ആ ആളുകളുടെ അടുത്ത് നിന്ന് സാമ്പിൾ എടുത്തിട്ടാണ് അവരിൻ്റെ ഫോർകാസ്റ്റിങ്ങിലേക്ക് പോകുന്നത്. ഇൻ ദ സിമിലർ വേ ഇൻസിഡൻ്റ് ആയിട്ടുള്ള സാമ്പിളിങ് നമ്മുടെ സ്റ്റഡീസിന് വേണ്ടി എടുക്കുന്നു. ദിസ് ഇസ് കോൾഡ് ഇൻസിഡൻ്റൽ സാമ്പിളിംഗ്. ദെൻ പർപ്പസീവ് സാമ്പിളിംഗ്. ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി ഉറപ്പ് വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു ഇൻഫർമേഷൻ ഏതാണ്ട് കിട്ടും എന്നുള്ള ഉറപ്പുള്ള ഏരിയന്ന് മാത്രമായിട്ട്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു സ്റ്റഡി നടത്തുന്നത് സ്റ്റുഡൻസിൻ്റെ അടുത്താണ്. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിനോടാണ് ചോദിക്കണം, ചായക്കടക്കാരനോട് ചോദിച്ചിട്ട് കാര്യമില്ല. സോ ദിസ് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ഇസ് അതർവൈസ് കോൾഡ് പർപ്പസീവ് സാമ്പിളിംഗ്. ദെൻ കോട്ട സാമ്പിളിംഗ്. നമ്മുടെ പോപ്പുലേഷനെ ഡിഫറെൻറ്റ് കോട്ടസ് ആയിട്ട് തിരിച്ചിട്ട് ആ കോട്ടകളിൽ നിന്ന് എടുക്കുന്നതിനെ, അത് ഒരു തരത്തിൽ സ്ട്രാറ്റിഫിക്കേഷൻ തന്നെയാണ് ഈ സാമ്പിളിങ്ങും. ഓക്കെ, so these are the major types of sampling techniques. Then we are jumping up to the next important aspect of tools and techniques of data collection. ഇപ്പോൾ സാമ്പിളിങ് എന്താണ്, പോപ്പുലേഷൻ എന്താണെന്നതിനെ കുറിച്ചിട്ട് ഒരു ഏകദേശ ചിത്രമായി. അപ്പോൾ സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ പോകുന്ന കാര്യം എന്താണ്, ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് വേണം, ടെക്നിക്സ് വേണം. അപ്പോൾ എന്തൊക്കെ ടൂൾസ് ഉണ്ട്? അപ്പം അതിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സിൽ ഒന്നാണ് ക്വസ്റ്റ്യനെയർ. ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു, അതിന് ഉത്തരം കണ്ടെത്തും. ഇപ്പോൾ ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിക്കേണ്ടത്, അതിനുള്ളൊരു ചോദ്യാവലിയാണ് പുട്ടുണ്ടാക്കുന്നത് അറിയാമോ, അപ്പോൾ അതാണ് ചോദിക്കുന്നത്. അതിന് പകരം വീട്ടിൽ തേങ്ങയുണ്ടോ, വീട്ടിൽ പുട്ടുപൊടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർത്താൻ പറ്റില്ല. അപ്പോൾ ക്വസ്റ്റ്യനെയറിനകത്ത് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നത്
വളരെ കൃത്യമായിട്ട് ഉത്തരം ലഭ്യമാകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. ഇറ്റ് ഈസ് അതർവൈസ് ബാർ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് കമ്പൈലേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ സബ്മിറ്റഡ് ടു സാമ്പിളിംഗ് ഓഫ് എ പോപ്പുലേഷൻ ഫ്രം വിച്ച് ഇൻഫർമേഷൻ ഈസ് ഡിസൈഡ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഇൻഫർമേഷൻ കിട്ടുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുടെ ഒരു കമ്പൈലേഷൻ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കമ്പൈലേഷൻ. അതായത് അതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദ്യം തുടങ്ങുന്നത് ഏറ്റവും പ്രാഥമിക തലത്തിൽ നിന്ന് ഏറ്റവും ഹയർ ലെവലിലേക്ക് പോകുന്ന രീതിയിലായിരിക്കണം ക്വസ്റ്റ്യൻസ് വരേണ്ടത്. അല്ലെങ്കിൽ ഹയർ ലെവലിൽ നിന്ന് ഹയർ ഓർഡറിൽ നിന്ന് ലോ ഓർഡറിലേക്ക് വരുന്ന രീതിയിലായിരിക്കണം. മനസ്സിലാവുന്നോ? അതായത് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പം ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണോ, ഫിനോമിനയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണോ, അല്ലെങ്കിൽ വേരിയബിൾസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണോ, അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്താണോ ലഭ്യമാകേണ്ടത് അത് തന്നെ ആയിരിക്കണം അതിനകത്തുള്ള ചോദ്യങ്ങൾ വരേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ദെൻ അത് തന്നെ പ്രധാനമായിട്ട് 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് സ്ട്രക്ചേർഡ് ഉണ്ട്, രണ്ടാമത് നോൺ സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പം സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അതേപോലെ തന്നെ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ചോദ്യത്തിൽ കൃത്യമായിട്ട് അതിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് നമ്മുടെ റെസ്പോൺസ് എന്താണോ അത് കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിൽ അതിൻ്റെ റാങ്കിങ്ങിൻ്റെ ഓർഡറിനകത്ത് ക്രമീകരിച്ച് വെക്കുന്നതിന് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. എന്നാൽ നോൺ സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയറിനകത്ത് അതിന് പ്രത്യേകമായിട്ടൊരു രീതിയില്ല. അപ്പോൾ സാധാരണ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അങ്ങനെ നോൺ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനേഴ്സ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെയർ ഒന്ന് ക്ലോസ്ഡ് ഫോമും പിന്നെ ഒന്ന് ഓപ്പൺ ഫോമാണ്. ക്ലോസ്ഡ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ചോദ്യവും ഉത്തരവും മാത്രമേ ഉള്ളൂ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒന്നുകിൽ യെസ് എന്ന് പറയാം അല്ലെങ്കിൽ നോ എന്ന് പറയാം, അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും പറയാനില്ല. പക്ഷേ ഓപ്പൺ ഫോമിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും റെസ്പോൺസ് മറ്റേ നമ്മുടെ പാർട്ടിസിപ്പൻറ്റിന് പറയണമെന്നുണ്ടെങ്കിൽ അത് പറയാനുള്ള സാഹചര്യം നമ്മൾ അതിനകത്ത് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ദെൻ റേറ്റിംഗ് സ്കെയിൽ. ഈ ക്വസ്റ്റ്യനെയർ നമുക്ക് പല സന്ദർഭങ്ങളിലും നമ്മുടെ നേച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി നമ്മൾ വരുന്നത് റേറ്റിംഗ് സ്കെയിലാണ്. ഇപ്പം റേറ്റിംഗ് സ്കെയിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റോടത്തൊക്കെ നമ്മൾ യെസ് ഓർ നോ അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചിട്ട് ആ ചോദ്യത്തിന് അവരുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ഇതാണ് നമ്മൾ ക്വസ്റ്റ്യനെയറിൽ ചോദിക്കുക. അപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ക്ലാസ്സിലെ അധ്യാപകൻ കൃത്യമായി ക്ലാസ് റൂമിൽ ബെല്ലടിക്കുമ്പോൾ വരാറുണ്ടോ? ഉണ്ട്, ഇല്ല. അല്ല നമുക്ക് വേറെ ചോദ്യം ചോദിക്കാം. എന്താണ് നിങ്ങളുടെ അധ്യാപകൻ ക്ലാസ്സിൽ കൃത്യമായിട്ട് വരാതിരിക്കുന്നതിൻ്റെ കാരണം? അപ്പം അതൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്തരത്തിൽ 2 തരത്തിലുള്ള ക്വസ്റ്റ്യനേഴ്സ് ആണ് നമ്മൾ കണ്ടത്. ദെൻ റേറ്റിംഗ് സ്കെയിലിലേക്ക് കടക്കാം. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റേറ്റ് ചെയ്യുക. റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടിയില്ലേ. കാരണം നമ്മൾ മിക്കവാറും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഈ പലതരത്തിലുള്ള സാധനങ്ങൾ ഓൺലൈനിൽ വാങ്ങിക്കാറുണ്ട്. ഈ ഓൺലൈനിൽ വാങ്ങിക്കുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് കഴിയുമ്പോൾ റേറ്റസ് അല്ലെങ്കിൽ നിങ്ങൾ ആപ്പ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആപ്പിനകത്ത് മിക്കവാറും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതായത് റേറ്റസ്. അപ്പോൾ ഒരു 5 നക്ഷത്ര ചിഹ്നം വരും അല്ലേ. ഇതിൽ ഏതാ നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഏതാ തിരഞ്ഞെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വല്ല പിടിയുണ്ടോ? ഉണ്ടല്ലോ. അതായത് എന്താ പിടി? അതായത് ഒരു സ്റ്റാർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഇല്ല ഒരു എന്നുള്ളൊരു സാധനം അല്ലേ. അതായത് 1 മാർക്ക് കൊടുക്കാന്ന്. 1 സ്റ്റാർ കൊടുത്തിട്ടുള്ളൂ, 1 മാർക്ക് നമ്മൾ കൊടുക്കണുള്ളൂ. 2 സ്റ്റാർ 2 മാർക്ക് കൊടുത്തു. 3 സ്റ്റാർ 3 മാർക്ക് കൊടുത്തു. 4 സ്റ്റാർ 4 മാർക്ക്. 5 സ്റ്റാർ 5 മാർക്ക്. ഈ ഓരോ സ്റ്റാർ എന്തിനെ സൂചിപ്പിക്കുന്നത്? അതായത് ചോദ്യതാണ്, ഒന്നാമത്തെ സ്റ്റാർ നിങ്ങൾക്ക് തരുമ്പോൾ ആർ യു സാറ്റിസ്ഫൈഡ് അല്ല, ആർ യു നോട്ട് സാറ്റിസ്ഫൈഡ്, യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ്, അല്ലെങ്കിൽ യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ്.
2 മാർക്ക് കൊടുക്കുന്ന സമയത്ത് ലിറ്റിൽ സാറ്റിസ്ഫൈഡ്. മൂന്നാമത്തേത് കുറച്ച് സാറ്റിസ്ഫൈഡും ആണ്, എന്നാലും ന്യൂട്രലാണ്. നാലാമത്തേതിൽ വന്നപ്പോഴേക്കും എന്തായി? സാറ്റിസ്ഫൈഡ് ആണ്. അഞ്ചാമത്തേതിലേക്ക് വന്നപ്പോഴോ സ്ട്രോങ്ലി സാറ്റിസ്ഫൈഡ്. അത് കിട്ടിയ അവന് തൃപ്തിയായി. സോ ദിസ് ഈസ് റേറ്റിംഗ്. ഒരു ആട്രിബ്യൂട്ടിന്റെ റേറ്റിംഗ് നമ്മൾ ഈ തരത്തിലാണ് നടത്തുന്നത്. അപ്പം ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് റേറ്റിംഗ് സ്കെയില് എന്ന് പറയുന്നത്. ഈ റേറ്റിംഗ് സ്കെയിലിനകത്ത് വളരെ അവധാനതയോട് കൂടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൺസ്ട്രക്ഷനാണ്. കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മറ്റൊടത്ത് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ആ ചോദ്യം കുറിക്കൊള്ളുന്ന ചോദ്യമായിരിക്കണം. നമ്മൾ എന്ത് ഉത്തരമാണോ ആഗ്രഹിക്കുന്നത് ആ ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള ആ റെസ്പോണ്ടന്റിന് വളരെ കൃത്യമായിട്ട് മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിലുള്ള ചോദ്യമായിരിക്കണം. അതിന് ശ്രദ്ധിക്കേണ്ട അതിന്റെ ഭാഷ, അതിന്റെ ഗ്രാമർ, അതിന്റെ സ്ട്രക്ചറൊക്കെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് കേട്ടോ. പിന്നെ ലാംഗ്വേജിന്റെ കുറച്ച് പരിജ്ഞാനം അതിനകത്ത് വേണം. അല്ലാതെ വെറുതെ നമ്മളൊരു ക്വസ്റ്റ്യൻ ഫോർമുലേറ്റ് ചെയ്തു പോകുന്ന രീതി ശരിയല്ല. അതിനെ കുറിച്ചിട്ട് ഒരുപാട് തവണ നമ്മൾ അതിനെ കുറിച്ചിട്ട് മനനം ചെയ്യുമ്പോഴൊക്കെയാണ് അത് കൃത്യമായിട്ട് വരിക. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടെ അവധാനത ആവശ്യമുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ റേറ്റിംഗ് സ്കെയിൽ കൺസ്ട്രക്ഷൻ. റേറ്റിംഗ് സ്കെയിലിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് അല്ല വരുന്നത്, പകരം സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റിനോട് നമ്മുടെ റെസ്പോണ്ടന്റിനുള്ള മനോഭാവമോ അല്ലെങ്കിൽ അഭിപ്രായമോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കെയിൽ കൊടുക്കുന്നത്. ഇപ്പം ഒരു ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു, അധ്യാപകൻ ക്ലാസ്സിൽ വരുന്നതിനെ കുറിച്ചായിരുന്നു നമ്മുടെ ചോദ്യം. അത് സ്റ്റേറ്റ്മെന്റിലേക്കായിട്ട് ഒരു റേറ്റിംഗ് സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ മാറും. നിങ്ങളുടെ അധ്യാപകൻ കൃത്യസമയത്ത് ക്ലാസ്സിൽ എത്തുന്നത് എനിക്ക് ഏറെ സന്തോഷജനകമാണ്, അല്ലെങ്കിൽ എനിക്ക് പഠനത്തിൽ താല്പര്യം വർദ്ധിപ്പിക്കാറുണ്ട്. അധ്യാപകൻ കൃത്യമായിട്ട് ക്ലാസ് റൂമിൽ എത്തുന്നത് എൻ്റെ പഠനത്തിൽ താല്പര്യം വർദ്ധിപ്പിക്കുന്നു. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിനോട് ഒന്നുകിൽ ഡിസഗ്രി ചെയ്യാം, അല്ലെങ്കിൽ എഗ്രി ചെയ്യാം, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന് പറയാം, അതല്ലെങ്കിൽ എഗ്രി ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രോങ്ലി എഗ്രി ചെയ്യാം. അപ്പൊ ഇതിന് മുഴുവൻ ഈ 5 പോയിന്റ് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ന്യൂമറിക്കൽ ഡാറ്റയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂമറിക്കൽ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്ന ഒന്നാമത്തേത്. ഓക്കെ. അതായത് റേറ്റിംഗ് സ്കെയിലിൽ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഒന്ന് ന്യൂമറിക്കൽ റേറ്റിംഗ് സ്കെയിലാണ്. ന്യൂമറിക്കൽ റേറ്റിംഗ് സ്കെയിലാണ് നമ്മൾ കണ്ടത്. അവിടെ നമ്മൾ ഓരോ എക്സ്പ്രഷനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിജിറ്റലൈസ് ചെയ്യുന്നു, ന്യൂമറിക്കലായിട്ട് രേഖപ്പെടുത്തുന്നു. 5 സ്റ്റാർ, 2 സ്റ്റാർ, 3 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യും. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ഡിസ്ക്രിപ്റ്റീവ് റേറ്റിംഗ് സ്കെയിൽ. ഓക്കെ. ഈ ഡിസ്ക്രിപ്റ്റീവ് റേറ്റിംഗ് സ്കെയിലിനകത്ത് നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് കൊടുത്തിട്ട് ആ ബിഹേവിയറിനെ അല്ലെങ്കിൽ ആ റെസ്പോൺസിനെ രേഖപ്പെടുത്തുന്ന രീതിയാണ് ഡിസ്ക്രിപ്റ്റീവ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. അവിടെ നമ്പേഴ്സ് Okay. So we were talking about this scales. So numerical scale എന്താണെന്ന് പറഞ്ഞു, ഡിസ്ക്രിപ്റ്റീവ് സ്കെയിൽ പറഞ്ഞു. Then another type is graphical rating scale. ഇപ്പൊ ഗ്രാഫിക് കൊടുത്തിട്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ റെസ്പോൺസ് ആയിട്ട് കളക്ട് ചെയ്യുന്ന റേറ്റിംഗ് സ്കെയിലാണ് ഗ്രാഫിക്കൽ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. Then റാങ്കിങ് മെത്തേഡ്. അപ്പം നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് ഒരു ഇത് കൊടുത്തിട്ട് അതിനെ റാങ്ക് ചെയ്യാൻ പറയുന്നു, റാങ്കിങ് റേറ്റിംഗ് സ്കെയിൽ മെത്തേഡ്. ദെൻ സ്റ്റാൻഡേർഡ് സ്കെയിൽസ്.
സ്റ്റാൻഡേർഡ് സ്കെയിലിനകത്ത് ഒന്ന് പെർസെൻറ്റേജ് ഗ്രൂപ്പ് സ്കെയിലുണ്ട്, അതേപോലെ തന്നെ മാൻ ടു മാൻ സ്കെയിലുണ്ട്. ഇപ്പൊ 2 തരത്തിലുള്ള സ്കെയിലുകളാണ് സ്റ്റാൻഡേർഡ് സ്കെയിലിനകത്ത് വരുന്നത്. ഇത് ഈ സ്റ്റാൻഡേർഡ് സ്കെയിലിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് സ്കെയില് സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുള്ള സ്കെയിലുകളാണ്. അതിന്റെ വാല്യൂസ് നേരത്തെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ വളരെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡാറ്റ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള ടൂൾസിനെയാണ് സ്റ്റാൻഡേർഡ് സ്കെയിൽസ് എന്ന് പറയുന്നത്. ദെൻ ഫോഴ്സ്ഡ് ചോയ്സ് സ്കെയിൽ. അപ്പൊ ഇതിനകത്ത് ഈ ഫോഴ്സ്ഡ് ചോയ്സ് സ്കെയിലിനകത്ത് നമ്മൾ നിർബന്ധമായിട്ടും ഈ റെസ്പോണ്ടൻസിനോട് പാർട്ടിസിപ്പൻസിനോട് വളരെ കൃത്യമായിട്ട് അതിനകത്ത് നിർബന്ധമായിട്ടും നിർബന്ധമായിട്ടും അതിനകത്തേക്ക് ഒബ്സർവേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഫോഴ്സ്ഡ് റേറ്റിംഗ് സ്കെയിൽ. Then there are some advantages of rating scale and limitation of rating scale. അതൊക്കെ വളരെ സിമ്പിൾ ആണ്. ഒരു ഉദാഹരണത്തിന് ഹെൽപ്ഫുൾ ഇൻ റൈറ്റിംഗ് റിപ്പോർട്ട്സ് ടു പാരൻസ് ഓർ ലൈക്ക് ദാറ്റ് യു ക്യാൻ ഗെറ്റ് സംതിങ്. ഓക്കെ, അപ്പം അതിനകത്ത് തന്നെ ഒരു ഡിസെക്ഷൻ ഓഫ് റേറ്റിംഗ് ടു എക്സ്പോസ് ആർട്ടീരിയൽ സിസ്റ്റം എന്നുണ്ട്. അത് ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള സ്കെയിലാണ്. Then now we are going to attitude scale. Attitude scale requires more importance and more systematization and more systematic and scientific approach. Attitude എന്ന് പറഞ്ഞ ഒരാളുടെ മനോഭാവമാണ്. ഇപ്പം ഈ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പിടികിട്ടണം. ഒരാളുടെ മനസ്സിൽ ഇപ്പോൾ പിടികിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഈസി. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നതാണ്, മനോഭാവത്തിനെ അറിയാൻ വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയെടുക്കുന്നതാണ് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ. ഈ ആറ്റിറ്റ്യൂഡ് സ്കെയില് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നേരത്തെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു, ദാറ്റ് ഈസ് ആൾസോ സിഗ്നിഫിക്കൻറ്റ് ടു ആറ്റിറ്റ്യൂഡ് സ്കെയിൽ. ഇപ്പം ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ആയിട്ടുള്ള റെസ്പോൺസും കൂടിയാണ് ഒരു വ്യക്തിയുടെ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പൊ നടക്കുന്ന പാലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തോട് ഉള്ള ആഭിമുഖ്യം എന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് സ്കെയിൽ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. കുറച്ച് മെനക്കെട്ടിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണത്. അപ്പൊ ആ ഉള്ളിലിരിപ്പ് പുറത്തു വരണം. ചിലര് പേടിച്ചിട്ട് ചില ആൾക്കാരെ അനുകൂലിക്കും, ചിലര് മറ്റേ ഓപ്പൺ ആയിട്ട് ചില ആളുകളെ അനുകൂലിക്കും. അങ്ങനെ ആ രീതിയിൽ അവരുടെ മനോഭാവം പല രീതിയിലായിരിക്കും. പക്ഷെ അത് തുറന്നു പറയാൻ അവർക്ക് ഭയം ഉണ്ടാവും. അപ്പൊ അത് പുറത്തേക്ക് കൊണ്ടുവരാം, ഉള്ളിലുള്ള സാധനത്തിനെ പുറത്തേക്ക് കൊണ്ടുവരാം. അതിനെയാണ് ആറ്റിറ്റ്യൂഡ് സ്കെയില് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതില് ടൈപ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ് സ്കെയിൽസിൽ ഒന്ന് പ്രധാനപ്പെട്ട എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്കെയിലാണ് ലിക്കർട്ട് സ്കെയിൽ. അപ്പം അതിലൊരു സീരീസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാകും ഈ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സാധാരണഗതിയിൽ 2 തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സിലാണ് ഈ ലിക്കർട്ട് സ്കെയിലിൽ അകത്ത് വരിക. ഒന്ന് പോസിറ്റീവോ അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒന്ന് പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തേത് നെഗറ്റീവ് ആണ്, അതായത് അവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ 2 തരത്തിലാണ് ലിക്കർട്ട് സ്കെയിലിനകത്തുള്ളത്. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ കുട്ടികൾ റിസർച്ചേഴ്സ് ഒക്കെ ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ് ലിക്കർട്ട് സ്കെയിൽ എടുക്കുക. അതിനകത്ത് നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും പിന്നെ അതേപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും ഉപയോഗപ്പെടുത്തുക. അതിൽ ഈക്വൽ നമ്പർ ആയിരിക്കണം, അതായത് ഫേവറബിൾ അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ലിക്കർട്ട് സ്കെയിലിനകത്ത് അത് ഈക്വൽ നമ്പർ ആയിരിക്കും. അപ്പോഴത് കൃത്യമായിട്ട് ആറ്റിറ്റ്യൂഡ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ അനദർ ടൈപ്പ് ഓഫ് ദ സ്കെയിൽ ഈസ് അതർവൈസ് കോൾഡ് ഗുഡ്മാൻസ് സ്കെയിൽ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്, സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഉൾക്കൊള്ളുന്നത്. ഒരു വ്യക്തിയുടെ മനോഭാവം എന്താണെന്ന്, ഒരു സിംഗിൾ ഒബ്ജക്റ്റിനോടുള്ള മനോഭാവം എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കുന്നത്.
ഇതില് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് ഫീലിങ്സിനെ മെഷർ ചെയ്യാൻ വേണ്ടി ഇൻക്രീസിങ് പോസിറ്റീവ് ഫീലിങ്സിനെ ആണ് നമ്മൾ ഇതിന് അത് ഒന്ന് പരിശോധിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ലെസ് പോസിറ്റീവ് ആയിട്ടുള്ള മറ്റിടത്ത് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ളത് നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിന് നമ്മൾ പ്രാധാന്യം കൊടുത്തെങ്കിൽ ഗുഡ്മാൻ സ്കെയിലിനകത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും കൊടുക്കുന്നു, അതേപോലെ തന്നെ ലെസ് പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും കൊടുക്കുന്നു. ഇതാണ് ഈ ഗുഡ്മാൻ സ്കെയിലിന്റെ പ്രത്യേകത. ദെൻ മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കെയിലാണ് നമ്മൾ ഉപയോഗിക്കുന്ന തേഴ്സ്റ്റൺ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഈ തേഴ്സ്റ്റൺ ടെക്നിക്കകത്ത് അത് ഒരു പർട്ടിക്കുലർ ഇന്റർവെലിന് അകത്ത് വിവിധ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ യൂണി ഡയമെൻഷൻ ആയിട്ടുള്ള ലീനിയർ കണ്ടിന്യൂം ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള സ്കെയിലാണ് തേഴ്സ്റ്റൺ സ്കെയിൽ എന്ന് പറയുന്നത്. അവിടെ ഇപ്പം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇപ്പം ആദ്യത്തെ ഒരു 3-4 സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പോസിറ്റീവായിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത 3-4 എന്ത് ചെയ്യുന്നു, നമ്മുടെ നെഗറ്റീവ് കൊടുക്കണം. അങ്ങനെ കൃത്യമായ ഇടവേളകളിൽ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന തേഴ്സ്റ്റൺ സ്കെയിൽ. ദെൻ നാലാമത്തേതാണ് സെമാന്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ. ഇത് നമ്മുടെ പലതരത്തിലുള്ള ആളുകളുടെ കൺസെപ്റ്റിനോടുള്ള മനോഭാവം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധാരണയായിട്ടുള്ള ഒരു സ്കെയിലാണ് സെമാന്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഇത് മറ്റേ നമ്മുടെ ഈ തേഴ്സ്റ്റൺ സ്കെയിലും ഗുഡ്മാൻ സ്കെയിലും ലിക്കർട്ട് സ്കെയിലും ഒക്കെ നമ്മൾ 5 പോയിന്റിലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ സെമാന്റിക് സ്കെയില് നമ്മൾ 7 പോയിന്റ് ബൈപോളർ സ്കെയിലായിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ്. ആറ്റിറ്റ്യൂഡ് സ്കെയിൽ സാധാരണയായിട്ട് നമുക്ക് ഒരു പോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ ഒരു സാമ്പിളിൻ്റെ ഒരു സബ്ജക്റ്റിനോടോ ഒബ്ജക്റ്റിനോടുള്ള മനോഭാവം മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, ദെൻ അനദർ ടൂൾ ദാറ്റ് വി യൂഷ്വലി യൂസ് ദാറ്റ് ഈസ് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ അല്ല, പകരം എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതേപോലെ ഇപ്പം നമ്മുടെ സർക്കാരുകളുടെ പല പദ്ധതികളുടെ ഇംപ്ലിമെൻറ്റേഷൻ, ആ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൊടുത്തതൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഒരു പുതിയ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്, അതിന് അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അതിന് നമ്മൾ ചെക്ക് ലിസ്റ്റ് എന്നാണ് സാധാരണ പറയുക. ഇപ്പം ഇത് എത്ര കമ്പ്യൂട്ടറുകൾ ഉണ്ട് സ്കൂളുകളിൽ, അല്ലെങ്കിൽ ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള ക്ലാസ് മുറികൾ എത്രയുണ്ട്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ടോ, വൈഫൈ ഫെസിലിറ്റി ഉണ്ടോ, അതേപോലെ ഇൻ്ററാക്റ്റീവ് പാനൽ ഉണ്ടോ. അപ്പം ഇതൊക്കെ ചെക്ക് ലിസ്റ്റുകളാണ്. ദിസ് ഈസ് അനദർ ടൈപ്പ്. ഓക്കെ, so these all are about different tools. Now we have another technique that is called test. നമ്മൾ ടൂളുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ടെക്നിക്കിൽ പോകുന്നു. ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. നമ്മൾ ബി എഡിനൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അച്ചീവ്മെന്റ് ടെസ്റ്റ് ഉണ്ട്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ടെസ്റ്റ് ഉണ്ട്. അപ്പം നമുക്കിവിടെ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സംഗതി അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് എന്താണോ അത് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് പ്രൊസീജിയറിൽ കൂടെ ഒബ്സർവ് ചെയ്തിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുന്നതിന് ടെസ്റ്റ് എന്ന് പറയാം. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പ്രോജക്റ്റീവ് ടെക്നിക്സ് എന്നൊക്കെ നമ്മൾ സൈക്കോളജിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ആ ടെക്നിക്സ് ഒക്കെ ഈ ടെസ്റ്റിനകത്തേക്ക് വരും. ഓക്കെ, ദെൻ അതിൽ 3 ടൈപ്പ് ഓഫ് ടെസ്റ്റുകളുണ്ട്. ഒന്ന് ബൈ ഫങ്ഷൻ. അപ്പം ഒന്ന് ഈ നമ്മുടെ ടെസ്റ്റുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഒന്ന് ഫങ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് അതിൻ്റെ ധർമ്മം, ആ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ നേച്ചറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഒന്ന് പ്രൊസീജിയർ. ഇപ്പോൾ ഒരു ഈ ബൈ ഫങ്ഷൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ പേഴ്സണാലിറ്റി, ഒരാളുടെ പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അയാളുടെ എഡ്യൂക്കേഷണൽ അച്ചീവ്മെന്റ് ടെസ്റ്റ് ചെയ്യുന്നു. അച്ചീവ്മെന്റ് ടെസ്റ്റൊക്കെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റൊക്കെ
ഈ അതിൻ്റെ ഫങ്ഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ബൈ നേച്ചറാണ്. അതായത് നമുക്ക് ചിലപ്പം ചോദ്യങ്ങൾ നേരിട്ട് ചോദിച്ചിട്ട് അല്ലെ വെർബലായിട്ട് നടത്താം, അല്ലെങ്കിൽ നോൺ വെർബൽ ടെസ്റ്റുകൾ നടത്താം, അതല്ലെങ്കിൽ സ്പീഡ് ടെസ്റ്റ് നടത്താം, ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് നടത്താം, അല്ലെങ്കിൽ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റ് നടത്താം. അപ്പം ഇത്തരത്തിലുള്ള നേച്ചർ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊസീജിയർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പം ഗ്രൂപ്പ് ടെസ്റ്റ് നടത്താം. ഇപ്പം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിന് അഡ്മിനിസ്ട്രേഷൻ ലെവൽ പരിശോധിക്കുന്നതിന് വേണ്ടി നമുക്ക് ഗ്രൂപ്പ് ടെസ്റ്റ് നടത്താം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ടെസ്റ്റുകളും നടത്താം. ഓക്കെ, ദെൻ അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം ഫങ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷണൽ ടെസ്റ്റുകളുണ്ട്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. നേച്ചർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ സ്പീഡ് ടെസ്റ്റ്, പവർ ടെസ്റ്റ്, വെർബൽ നോൺ വെർബൽ ടെസ്റ്റുകൾ, അഡാപ്റ്റഡ് ടെസ്റ്റ് മുതലായിട്ടുള്ള വിവിധ തരത്തിലുള്ള ടെസ്റ്റുകളെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, now you got some idea about tools and one technique, and another technique is inventory. ഇൻവെന്ററി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇൻവെൻഷൻ, കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ ദിസ് ഈസ് കോൾഡ് ആസ് കൈൻഡ് ഓഫ് സെൽഫ് റിപ്പോർട്ട് ഇൻസ്ട്രുമെന്റ്. നമ്മൾ പോയി കണ്ടിട്ടോ കേട്ടിട്ടോ നോക്കിയിട്ടോ നമ്മൾ സ്വന്തമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ഇൻവെന്ററി എന്ന് പറയുക. അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു റെസ്പോൺസ് ഷീറ്റ് ഉണ്ടാകും, സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കാണുകയോ കേൾക്കുകയോ എന്തൊക്കെയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഫില്ല് ചെയ്ത് പോകും. ദിസ് ഈസ് കോൾഡ് ഇൻവെന്ററി ടെസ്റ്റ്. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് ഇൻവെന്ററി. ഇൻട്രസ്റ്റ് ഇൻവെന്ററി സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻവെന്ററി ആണ്. അപ്പം അതിന് തന്നെ ഡിഫറെൻറ്റ് ടൈപ്പുകളുണ്ട്. അതിൽ ഡയറക്റ്റ് ആയിട്ട് ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻവെന്ററി ഉണ്ടാക്കാം. പിന്നെ പേഴ്സണാലിറ്റി ഇൻവെന്ററി. പേഴ്സണാലിറ്റി ഇൻവെന്ററി, ഇഫ് യു ഗോ ടു എനി ഓഫ് ദ teacher education institutions or universities or even websites, you will get different types of personality inventories. Okay, അപ്പം ഇത്തരത്തിലാണ് ഇൻവെന്ററികൾ അടുത്ത ടെക്നിക്കായിട്ട് വരുന്നത്. ദെൻ അനദർ ടെക്നിക്ക് ഈസ് ഇന്റർവ്യൂ. നമ്മൾ നേരിട്ട് പോയിട്ട് സാമ്പിൾ അല്ലെങ്കിൽ വ്യക്തികളെ അല്ലെങ്കിൽ റെസ്പോണ്ടന്റ് അല്ലെങ്കിൽ പാർട്ടിസിപ്പന്റിനെ നേരിട്ട് പോയി കണ്ട് സൊപ്പക്കടിച്ച് അവരെ കൊണ്ട് കാര്യങ്ങൾ പറയിക്കുന്ന രീതിയാണ് ഇന്റർവ്യൂ. അത് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടി വിയിലും ഇതിലൊക്കെ വളരെ കൃത്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. നിങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന ഒരു കാര്യമാണ്. അപ്പം അതിൽ രണ്ട് തരത്തിലുള്ള ഇന്റർവ്യൂസ് ഉണ്ട്. ഒന്ന് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഉണ്ട്, പിന്നെ ഒന്ന് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഉണ്ട്. ഇപ്പൊ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേപോലെയുള്ള ചോദ്യാവലി ഒരേപോലെ സബ്ജക്റ്റുകളുടെ മുമ്പിൽ കൊണ്ടുവച്ചുകൊണ്ട് ചോദിച്ച് നമ്മൾ ഉത്തരം കണ്ടെത്തുന്ന രീതിയാണ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലെക്സിബിൾ ആയിരിക്കും. അതൊരു പ്രത്യേക പ്ലേസിലേക്ക് മാത്രം റെസ്ട്രിക്റ്റഡ് ആയിരിക്കുന്നില്ല, റെസ്പോണ്ടൻസും റെസ്ട്രിക്റ്റഡ് ആയിക്കൊള്ളുന്നില്ല. അപ്പം അത്തരത്തിലുള്ള ഇതിനെയാണ് നമ്മൾ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. പിന്നെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊസീജിയർ ഓഫ് ഇന്റർവ്യൂ. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അത് നമ്മൾ അതിനെക്കുറിച്ച് നല്ലൊരു പ്രിപ്പറേഷൻ വേണം, അല്ലേ? ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കോളേജുകളിലൊക്കെ കുട്ടികൾ മാഗസിനൊക്കെ വേണ്ടിയിട്ട് വലിയ കേമന്മാരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ടൊക്കെ ഇന്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ആധിയും വ്യാധിയും ആശങ്കയും ഒക്കെ ഞാൻ പലപ്പോഴും നേരിട്ട് ദർശിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ നല്ല പ്രിപ്പറേഷൻ, അതിന് വേണ്ടിയിട്ട് അവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും, അതുമായിട്ടുള്ള മറ്റ് റെഫറൻസുകൾ കുറേ നടത്തും. അങ്ങനെയൊക്കെയാണ് അതിലെ എന്താ പറയുക സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ ഈ പറയുന്ന ആളുമായിട്ട് നല്ലൊരു റാപ്പോ ഉണ്ടാക്കിയിട്ട് അവരെ നമ്മളുമായിട്ട് അടുപ്പിച്ച് അവരെ തുറന്നു പറയാനുള്ള ഒരു
മാനസികാവസ്ഥ അവരിൽ രൂപപ്പെടുത്തിയെടുക്കലുണ്ട്. പിന്നെ ഒരു അത് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ റെക്കോർഡിങ്. നമ്മൾ നടത്തുന്ന ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ പലരും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കണ്ട ഒരു അപാകത എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് ആരും പറഞ്ഞു കൊടുക്കാണ്ടാണോ അറിയാഞ്ഞിട്ടാണോ അറിയാത്തത് കൊണ്ടായിരിക്കണം, അല്ലാണ്ട് അറിവുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യില്ലായിരിക്കും. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് റെക്കോർഡ് ചെയ്യുക. ഇപ്പൊ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളിപ്പോ ഒരാള് ചെയ്യുന്നത് വളരെ അധാർമികമായ ഒരു പ്രവൃത്തിയാണ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും ഈ മൊബൈലില് നമ്മൾ കോൾ റെക്കോർഡർ ഇട്ടിട്ടുണ്ടാവും. ആ കോൾ റെക്കോർഡർ ശരിക്ക് നമ്മുടെ ഇതനുസരിച്ചിട്ട്, നിയമം അനുസരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ ഒരാളോട് ഒരു കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ, റെസ്പോൺസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെയും കൂടെ സമ്മതം വേണം. രണ്ടുപേരുടെയും കൂടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് നാളെ മറ്റാൾ അറിയാണ്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് എന്നിട്ട് കോടതിയിൽ എന്തെങ്കിലും കേസ് വരുമ്പോൾ തെളിവായിട്ട് കൊണ്ടുവന്നാൽ ചിലപ്പോൾ നിങ്ങൾ ജയിലിൽ കിടക്കോട്ടോ. അപ്പം അതൊരു മര്യാദയും കൂടിയാണ്. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം പെർമിഷൻ മേടിക്കണം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം നമ്മുടെ ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പെർമിഷൻ ഇല്ലാണ്ടൊന്നും റെക്കോർഡ് ചെയ്യാൻ പാടില്ല. റെക്കോർഡ് ചെയ്തിട്ട് അതിന് അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വി വിൽ മേക്ക് ഇന്റർപ്രിട്ടേഷൻസ്. ഓക്കെ, then another technique that we adopt, that is observation. എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മൾ നേരെ നോക്കിയിരുന്ന് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി നോക്കിയിരുന്ന്, അല്ലേ, നമ്മൾ ഈ മറ്റേ ഈ കൊക്ക് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്, അതുപോലെ കാക്ക, അതേപോലെ പരുന്ത് കണ്ടിട്ടില്ല, കൃത്യമായിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് ടക്ക് എന്ന് പറഞ്ഞിട്ട് അത് അതിൻ്റെ ഇരയും മുഴുകിക്കും. അപ്പം അതുപോലെ തന്നെ ഇതാണ് നമ്മൾ ഒരു പ്രത്യേക ലക്ഷ്യത്തോട് കൂടിയിട്ട് നാച്ചുറലായിട്ട് എന്താണ് സംഭവിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് നമ്മളൊരു കുട്ടികളുടെ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ക്ലാസ് അസസ് ചെയ്യാൻ വേണ്ടി പോകും. അസസ് ചെയ്യാൻ പോണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് അവിടെ പോയിരുന്ന് ഒബ്സർവ് ചെയ്തിട്ട് അവരതിൻ്റെ കൃത്യമായിട്ടുള്ള ഘട്ടങ്ങളിലൊക്കെ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒബ്സർവ് ചെയ്തിട്ട്. സോ ദിസ് ഈസ് അതർവൈസ് കോൾ ഒബ്സർവേഷൻ. ഇതിൽ രണ്ട് തരത്തിലുള്ള ഒബ്സർവേഷൻ പറയാം. ഒന്ന് പാർട്ടിസിപ്പൻറ്റ് ആൻഡ് നോൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ആ ആക്ടിവിറ്റിക്കകത്ത് ഏതാണോ നമ്മൾ, ഏത് ഫിനോമിനയാണോ അല്ലെങ്കിൽ ഏത് ആക്ടിവിറ്റി ആണോ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, അതിൽ നമ്മളൊരു ഭാഗമായിക്കൊണ്ട്, ഇപ്പോൾ കുട്ടികളുടെ പഠനമാണ് നമ്മൾ പഠന വിധേയമാക്കുന്നത് എങ്കിൽ ആ കുട്ടികളോടൊപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നമ്മൾ പഠന പ്രക്രിയയിൽ അല്ലെങ്കിൽ കളിയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ആ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് പാർട്ടിസിപ്പേറ്റ്. രണ്ടാമത്തെ നമ്മൾ നോൺ പാർട്ടിസിപ്പൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളതിൽ പാർട്ടിസിപ്പൻ്റ് അല്ല, നമ്മൾ മാറിയിരുന്നു കൊണ്ട്, ഗ്രൂപ്പിൽ നിന്ന് മാറിയിരുന്നു കൊണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന രീതിയാണ് നോൺ പാർട്ടിസിപ്പൻ്റ്. അടുത്തതാണ് സ്ട്രക്ചേർഡ് ആൻഡ് നോൺ സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. അത് നമ്മൾ നേരത്തെ കണ്ടു, എന്താണ് സ്ട്രക്ചേർഡ് ആൻഡ് നോൺ സ്ട്രക്ചേർഡ് എന്ന് കണ്ടു. അത് സെയിം തിങ് തന്നെയാണ് ഇവിടെയും. സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൃത്യമായൊരു പ്ലാൻ ഉണ്ടാക്കി ഇന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ റെഡിയാക്കിയിട്ട് ഇന്ന കാര്യങ്ങൾ ഇപ്പോൾ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ടീച്ചറുടെ ക്ലാസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ആ ടീച്ചർ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ, ശരിയായ രീതിയിൽ ഇൻട്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ടോ, കുട്ടികളുടെ അപ്രോപ്രിയേറ്റ് സ്റ്റിമുലേറ്റിംഗ് ക്വസ്റ്റ്യൻസ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ, ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്തിട്ടുണ്ടോ, കുട്ടികളോട് ഇമോഷണലി പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യും, അല്ലേ. ഇതൊക്കെ നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ട് പോയി അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നത് എന്താണ്, സ്ട്രക്ചേർഡ് ആണ്, അല്ലാത്തത് നോൺ സ്ട്രക്ചേർഡ്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട 3-4 ഘടകങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഒന്ന്, പ്ലാനിങ്, വളരെ ശരിയായ മുന്നൊരുക്കത്തോട് കൂടിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എക്സിക്യൂഷൻ. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അവിടെ മാക്സിമം നമ്മുടെ എല്ലാ റിസർച്ചിനകത്തും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവെനിങ് വാരിയബിൾസിനെ ആവുന്നത്ര മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഓക്കെ, so this is another technique of collection of data. Then another thing, documents. Another technique is documents.
ഡോക്യുമെന്റ്സ് നമ്മൾ കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അവിടെ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഉണ്ടോ, റെക്കോർഡ്സ് ഉണ്ടോ, ഒഫീഷ്യൽ ആയിട്ടുള്ള റെക്കോർഡ്സ്, അൺഒഫീഷ്യൽ ആയിട്ടുള്ള റെക്കോർഡ്സ്, ഇതൊക്കെ നമ്മൾ പരിശോധിക്കുന്നതാണ് ഡോക്യുമെന്റേഷൻ. ദെൻ അതിൽ തന്നെ 2 തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ഉണ്ട്. സോറി, 3 തരത്തിലുള്ള ഇതുണ്ട്. ഒന്ന് എക്സ്പ്രസീവ് ഡോക്യുമെന്റ്, ദെൻ ഒഫീഷ്യൽ റെക്കോർഡ്സ്, ദെൻ സോറി 2 തരത്തിലാണ്. ഒന്ന് എക്സ്പ്രസീവ് ഡോക്യുമെന്റ്സ് ആണ്. എക്സ്പ്രസീവ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ പേഴ്സണൽ ലെറ്റേഴ്സ്, ഡയറീസ്, ബയോഗ്രഫീസ് മുതലായവ കൂടെ അയാളെ കുറിച്ചിട്ട് അയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിനെ ബേസ് ചെയ്ത് കൊണ്ടെടുക്കുന്ന ഡോക്യുമെന്റ്സ് എക്സ്പ്രസീവ് ഡോക്യുമെന്റ്സ് ആണ്. ഒഫീഷ്യൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ വർക്കിംഗ് പ്ലേസിലോ ഉള്ള അയാളുടെ റിപ്പോർട്ടുകളെ പരിശോധിക്കുന്നതിനെയാണ് ഒഫീഷ്യൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ കളക്ഷൻ using the official records. Okay, then interest, test of interest നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിമിനേറ്റിംഗ് പവർ നമ്മൾ ഉറപ്പുവരുത്തണം ടൂൾസിന്റെ. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ എനിക്ക് തോന്നുന്നു അടുത്ത സെഷൻ അതിനകത്തുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പൊ എത്രയാണ് നമ്മുടെ ഡാറ്റ കളക്ഷൻ സാമ്പിള്, ഡാറ്റ കളക്ഷൻ ടൂൾസ് ആൻഡ് ടെക്നിക്സ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, നൗ അടുത്ത സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം, ഇപ്പൊ നമുക്ക് സാമ്പിളായി, ടൂൾസായി, ടെക്നിക്സ് ആയി, ഇനിയിപ്പോ അടുത്ത പരിപാടി എന്താണ്? ഡാറ്റ കളക്ട് ചെയ്യുക. ഇപ്പൊ ഡാറ്റ കളക്ട് ചെയ്ത് നമ്മുടെ അതിൽ ഡാറ്റ കിട്ടിക്കഴിഞ്ഞു. ഡാറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അതിനെ അനലൈസ് ചെയ്യാൻ. അപ്പം അനലൈസ് ചെയ്യുക എങ്ങനെയാണ്? നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി ആണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന്റെ അകത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളാണെന്നുണ്ടെങ്കിലും റിസർച്ച് ബൈ നേച്ചർ എന്താണത്? പ്രോബബിലിറ്റി ആണ്, അല്ലേ? അപ്പൊ പ്രോബബിലിറ്റി പരിശോധിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് എന്തൊക്കെ വേണം? ഇതാണ് നമ്മൾ ഇവിടെ പഠന വിധേയമാക്കേണ്ടത്. എന്താണ് യഥാർത്ഥത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇവിടെ മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ? സ്റ്റാറ്റിസ്റ്റിക് ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഞാനേ ഒന്ന് റീജോയിൻ ചെയ്യാം, കാരണം എൻ്റെ ഇത് വർക്ക് ചെയ്യുന്നു, ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. ഒന്ന് റീജോയിൻ ചെയ്ത് ചിലപ്പോൾ ശരിയാവും. ഒന്ന് റീജോയിൻ ചെയ്യണ്ടേ. നോ രക്ഷ, ക്യാമറ വർക്ക് ചെയ്യുന്ന എനിക്ക് ഇനി റീബൂട്ട് ചെയ്യേണ്ടി വരും. എന്തായാലും റീബൂട്ട് ചെയ്യാൻ ഇറ്റ് വിൽ ടേക്ക് ടൈം. സോ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തണ്ട, നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് പോകാം. അപ്പം ഇവിടെ നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രയോഗിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെഷേഴ്സ് ആദ്യം നമ്മളിതിനെ ക്വാണ്ടിഫൈ ചെയ്ത് എടുക്കുന്നതിന് മുമ്പേ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രീറ്റ്മെന്റ് വേണം. അപ്പം ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ചെയ്യുന്നത് സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടേം നിങ്ങൾക്ക് പരിചയമാണ്. എന്താണത്? സ്റ്റാറ്റിസ്റ്റിക്സിലെ ഏറ്റവും പരിചിതമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ടേം എന്താണ്? മീൻ, അരിത്തമെറ്റിക് മീൻ. ഹലോ,
ജില്ലു ഒന്നും കൂടെ ഉറക്കെ പറയോ? മീൻ മീൻ മീനാണ്. ആ മീനാണ്. പിന്നെ പിന്നെ നമ്മൾ പഠിക്കുന്നത് മീൻ, മോഡ്, മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതുവരെ. അപ്പൊ മീൻ എന്താന്നുള്ളത് നമുക്കറിയാം. അത് ഏതാണ്ട് ഒരു ആവറേജ് ആണ് അല്ലേ? അരിത്മെറ്റിക് മീൻ എന്ന് പറയും, സ്റ്റാറ്റിസ്റ്റിക്കൽ മീൻ എന്ന് പറയും. അപ്പൊ അത് ഇറ്റ് ഈസ് ടേക്കിംഗ് ആൻ ആവറേജ് ഓഫ് ദ ടോട്ടൽ ഡാറ്റ കളക്റ്റഡ്. അതിലെ റെസ്പോൺസസിന്റെ ആവറേജ് ആണ്. ഇനി അതിന് ഈ 3 സാധനം വെച്ചുകൊണ്ടാണ് നമ്മൾ പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ എവിടേക്ക് പോവുക? നമ്മൾ പരിശോധിച്ച ഒരു ഫിനോമിനയുടെ അല്ലെങ്കിൽ പ്രോബ്ലത്തിന്റെ കാര്യങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്ന സമയത്താണ് നമ്മൾ സാധാരണയായിട്ട് ഡിഫറൻസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോറിലേഷൻ സ്റ്റഡീസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ടി ടെസ്റ്റ്. അതേപോലെ കോറിലേഷൻ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് അനോവ. അതേപോലെ തന്നെ കോവേരിയൻസ് ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അൻകോവ. അതേപോലെ ചായ് സ്ക്വയർ. അപ്പൊ ഇത്തരത്തിലുള്ള ഇന്റർപ്രറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് നമ്മൾ ഈ ഡാറ്റയിൽ പ്രയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്റർപ്രിട്ടേഷനിലേക്ക് പോവുക എന്നുള്ളത് സാധാരണയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു സാധാരണയായിട്ട് പ്രോബബിലിറ്റി സ്റ്റഡീസ് ഒക്കെ വരുന്ന ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനകത്ത് വരുന്നു എന്ന് പറഞ്ഞു. അവിടെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ് വരുന്നത്. അപ്പൊ 2 തരത്തിലുള്ള ഡാറ്റ ഉണ്ട് എന്നുള്ളത്, 2 തരത്തിലുള്ള റിസർച്ച് ഉള്ളത് കൊണ്ട് 2 തരത്തിലുള്ള ഡാറ്റ നമുക്കുണ്ട്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുണ്ട്, ഒന്ന് ക്വാളിറ്റേറ്റീവ് ഡാറ്റയുണ്ട്. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് അല്ലെങ്കിൽ ടെസ്റ്റ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ മെഷർമെൻ്റ് എടുക്കാം. അതിനെ ക്വാണ്ടിറ്റീവ് ഡാറ്റാസിനെ സാധാരണയായിട്ട് അത് നമ്മൾ സ്കെയിലിലേക്കാണ് മാറ്റുക അല്ലേ? ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഇപ്പോൾ നമുക്ക് എന്തായാലും തൂക്കി നോക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു സൂചകമായിട്ടുള്ള ഒരു മെഷർമെൻറ്റ് യൂണിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നു, സ്കെയിൽ ഉണ്ടാക്കിയെടുക്കുന്നു, സൂചകങ്ങളായിട്ടുള്ള സ്കെയിൽ ഉണ്ടാക്കുന്നു. അതിനെ നമ്മൾ നോമിനൽ എന്ന് പറയും, ഓർഡിനൽ എന്ന് പറയും, ഇൻ്റർവെൽ അല്ലെങ്കിൽ റേഷ്യോ സ്കെയിൽ. അപ്പം ഇത്തരത്തിലുള്ള 3 ടൈപ്പിലുള്ള സ്കെയിലുകളാണ് നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം റേഷ്യോ സ്കെയില് സാധാരണ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നോൺ എക്സിസ്റ്റൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ സ്റ്റഡീസിലാണ്. ഓക്കെ. നൗ രണ്ടാമത്തെ ടൈപ്പ് നമ്മൾ പറയുന്നത് ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്. ഇപ്പോൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റയിൽ ഇപ്പോൾ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല ഒരു ടെക്നിക്കാണ് എന്ത്? ഇത് ഒബ്സർവേഷൻ അല്ലേ? പിന്നെ അതേപോലെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി എവിഡൻസസ് അല്ലെങ്കിൽ ക്വസ്റ്റ്നെയർ ആകാം. ഓക്കെ. അപ്പം ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഗ്യാദർ ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇത് രണ്ടും അവിടെ ഇരിക്കുന്നുണ്ട്. നൗ we are going to the graphical representation of a quantitative data. നമ്മളിതിൻ്റെ ഈ ഡാറ്റയൊക്കെ കളക്ട് ചെയ്തത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കി. ആ വിധേയമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വി ക്യാൻ മേക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഒന്ന് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള സാധനമാണ്. ഫ്രീക്വൻസി പോളിഗൺ, ദെൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്, ദെൻ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് കർവ് അല്ലെങ്കിൽ ഒജീവ് എന്നൊക്കെ നമ്മൾ ഒജീവ് കർവ് എന്നൊക്കെ നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പല തവണ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇതിലാദ്യം നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സാധനം എന്താണ്? ഹിസ്റ്റോഗ്രാം ആണ്. എന്താണ് ഹിസ്റ്റോഗ്രാം? ഓക്കെ. അപ്പം നമുക്ക് ഹിസ്റ്റോഗ്രാമിനകത്തേക്ക് പോകുമ്പോൾ നമുക്കൊരു ഉദാഹരണത്തിന് നമുക്ക് ഒരു ടേബിള് നമ്മൾ ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ബ്ലാക്ക് ബോർഡിൽ വരച്ച് എഴുതിയിട്ടൊക്കെയാണ് പണ്ട് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ
ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ച് തന്നിരിക്കുന്നത്. ഈവൻ ദോ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഐ ഷാൽ ഷെയർ ദ സ്ക്രീൻ ഓഫ് യുവർ ലിറ്ററേച്ചർ. ഇത് കാണുന്നുണ്ടോ? ഹലോ, ഞാൻ സ്ക്രീൻ കാണുന്നുണ്ടോ കുട്ടികളെ? ഓക്കെ ഓക്കെ. അപ്പം ഇതാ ഇവിടെ വളരെ കൃത്യമായിട്ട് ഇതാ ഹിസ്റ്റോഗ്രാം ഓർ കോളം ഡയഗ്രാം എന്ന് പറയും. ഓക്കെ, അതിനകത്ത് ഇതാ സ്കോറുകളാണ്. 40 സ്റ്റുഡൻസിന്റെ കെമിസ്ട്രി ടെസ്റ്റിൽ കിട്ടിയിട്ടുള്ള മാക്സിമം സ്കോറുകൾ. ഓക്കെ, അതിൻ്റെ ഒരു പ്രസൻറ്റേഷനാണ് ഇപ്പം നമ്മളിവിടെ കാണുന്നത്. അപ്പം നമ്മൾ സാധാരണ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്കറിയാലോ, നമ്മൾ പ്രസൻറ്റേഷനകത്ത് അതിന് ക്ലാസ് ഇൻ്റർവെൽ ഉണ്ടാക്കും അല്ലേ? ഇപ്പം ക്ലാസ് ഇൻ്റർവെൽ ഉണ്ടാക്കി, അത് ഡിസെൻഡിങ് ക്വാർട്ടറിൽ ഉണ്ടാക്കി, 60 മുതൽ 69 വരെ, 50 തുടങ്ങി 50, 59 വരെ അങ്ങനെ ക്ലാസ് ഇൻ്റർവെൽ ഉണ്ടാക്കി. ആ ക്ലാസ് ഇൻ്റർവെല്ലിനകത്ത് എക്സാക്ട് യൂണിറ്റ് ഓഫ് ദി സ്റ്റുഡൻസ്, അതായത് 59.5 മുതൽ 69.5 വരെ എക്സ്ട്രാക്ട് ഉണ്ടാക്കി, റൈറ്റ്? അതായത് 60ലേക്ക് എത്തുന്നതിന് മുമ്പ് 59. അത് നിങ്ങൾക്ക് പരിചിതമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഫ്രീക്വൻസി എന്താന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് അറിയുന്നു വിചാരിക്കുന്നു. ഫ്രീക്വൻസി അറിയാലോ മക്കളെ? ഹലോ മക്കളെ, ഫ്രീക്വൻസി അറിയാലോ? അറിയാം. ഓക്കെ, താങ്ക് യു. അപ്പൊ അത് നന്നായി. അപ്പൊ ആ ഫ്രീക്വൻസി, എന്നിട്ട് അതിന്റെ ടോട്ടൽ നമ്പർ എത്രയാണ്, ഫ്രീക്വൻസി എത്രയാണ് എന്നുള്ളത് നമ്മൾ നൗ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു ഹിസ്റ്റോഗ്രാം തയ്യാറാക്കുന്നത്. അതാ കിടക്കുന്നു ഹിസ്റ്റോഗ്രാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഡാറ്റ അനാലിസിസിന്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചുകൊണ്ട് നമ്മൾ ഇതാ ഒരു ഹിസ്റ്റോഗ്രാം വരച്ചു. ഇതാ 9.5 മുതൽ 19.5 വരെയുള്ള കുട്ടികൾ എത്രയാണ്? 5-ന് 4. സോ ദിസ് ഈസ് സിംപ്ലി എ ഹിസ്റ്റോഗ്രാം. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടത് ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കണം. ദെൻ സെക്കൻഡ് ടൈപ്പ് ഇസ് കോൾഡ് ഫ്രീക്വൻസി പോളിഗൺ. ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മൾ ഹിസ്റ്റോഗ്രാം തന്നെയാണ്. ആ ഹിസ്റ്റോഗ്രാമിനകത്ത് നമ്മുടെ ഈ 0 പോയിന്റിൽ നിന്ന് എൻഡ് പോയിന്റിലേക്ക് കേന്ദ്ര ബിന്ദുവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വരയ്ക്കുന്ന ആ ഒരു വരയെ വെച്ചുകൊണ്ടാണ് ഫ്രീക്വൻസി പോളിഗൺസ് എന്ന് പറയുന്നത്. ദെൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പോളിഗൺ ഉണ്ട്. ഇതേപോലെ തന്നെ അത് വെച്ചുകൊണ്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കും നമ്മൾ. അതായത് ഫ്രീക്വൻസി നമ്മളിപ്പം ഇവിടെ ഹിസ്റ്റോഗ്രാമിൽ ആ ഫ്രീക്വൻസി മാത്രം വെച്ചുള്ളൂ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നോ ഹൗ ടു കൺവേർട്ട്. അതായത് 40-ലെ 39.1 and similarly we will take the cumulative frequency. ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അനുസരിച്ചിട്ട് ഉണ്ടാക്കുന്ന ഗ്രാഫ് അവിടെ ഹിസ്റ്റോഗ്രാം ഇല്ല. നമ്മുടെ ഒരു വരയിൽ കൂടെയാണ് ഓരോ ബിന്ദുക്കളെയും രേഖപ്പെടുത്തിയിട്ട് വരയ്ക്കുന്നതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ദെൻ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് കർവ് ഓർ ഒജീവ്. ഇവിടെ നമ്മൾ നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയെ ഇവിടെ എന്ത് ചെയ്തു? നേരത്തെ സിംഗിൾ ഫ്രീക്വൻസി തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലേക്ക് വന്ന് നമ്മളിവിടെ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് കർവിലേക്ക് വരുമ്പോൾ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നുള്ളതിനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നാം രൂപീകരിക്കുന്ന ഗ്രാഫിനെയാണ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് കർവ് അല്ലെങ്കിൽ ഒജീവ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, now we're entering to the descriptive statistical measures. അവിടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിൽ ഒന്നാണ് സെൻട്രൽ ടെൻഡൻസി, വാരിയബിലിറ്റി ഓർ ഡിസ്പേഴ്സൺ, റിലേറ്റീവ് പൊസിഷൻ ആൻഡ് റിലേഷൻഷിപ്പ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒന്ന് സെൻട്രൽ ടെൻഡൻസി, 2 വാരിയബിലിറ്റി, ദെൻ 3 റിലേറ്റീവ് പൊസിഷൻ, ദെൻ റിലേഷൻഷിപ്പ്.
ഇപ്പൊ ഈ കോമൺലി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന മെഷേഴ്സ് ഇത് 4 ആണ്. ഓക്കെ, ഇനി നമ്മുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താണെന്ന് നോക്കാം. സെൻട്രൽ ടെൻഡൻസി എങ്ങനെയാണ് പരിശോധിക്കുക? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ മീൻ ഉപയോഗിക്കുന്നു, മോഡ്, മീഡിയൻ, ഇതൊക്കെ നമ്മൾ സെൻട്രൽ ടെൻഡൻസി പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. മീൻ, മോഡ്, മീഡിയൻ ചെയ്യാനുള്ള ഫോർമുലാസ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മൾ ഒറിജിനൽ ഡാറ്റ വർക്കിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇന്റർനെറ്റ് ഉപയോഗിക്കാം അല്ലെ. ഇന്റർനെറ്റിൽ നമ്മൾ സാധാരണയായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ സോഫ്റ്റ്വെയർ ആണ് ഇത്. എല്ലാവർക്കും പരിചിതമായിട്ടുള്ള സോഫ്റ്റ്വെയറിന്റെ പേരാണ്, കേട്ടിട്ടില്ല? ആരും കേട്ടിട്ടില്ല? നമ്മുടെ ഡിജിറ്റലൈസ് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആരും കേട്ടിട്ടില്ല? ഒരു കാര്യം ചെയ്യോ, നിങ്ങളിപ്പം എല്ലാവരും ഇതില് ഡിജിറ്റൽ ഡിവൈസിനകത്താണല്ലോ, ഒന്ന് ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്തേ, നിങ്ങളുടെ ഗൂഗിൾ എടുത്തിട്ട് ഇപ്പൊ തന്നെ ഒന്ന് ഗൂഗിൾ ചെയ്തേ. ഗൂഗിൾ ചെയ്തിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓൺലൈൻ ഫോർ റിസർച്ച് ഡാറ്റ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. അപ്പൊ അതില് പ്രത്യേകമായിട്ട് ആദ്യം കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ SPSS. ഇപ്പൊ SPSS വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉപയോഗിക്കാവുന്ന ഒന്നാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് ഓൺലൈനിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്, നമുക്ക് റേഞ്ചും നെറ്റ്വർക്കും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് എക്സൽ. പക്ഷെ പലർക്കും എന്താണ്ട് ഒരു പേടിയുണ്ട്, അയ്യോ എക്സലിൽ പോയിട്ട് അതിൽ കണക്കൊക്കെ എൻ്റർ ചെയ്തിട്ട് എന്തോ ചെയ്യാനാ എന്നാണ് എല്ലാവരുടെയും ധാരണ. ഇന്ന് നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള സൗകര്യം ഇന്ന് അവൈലബിൾ ആണ് അല്ലേ. എന്താ ചെയ്യണ്ടേ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ആറ്റിറ്റ്യൂഡ് സ്കെയില് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കുറെ ഡാറ്റ കിട്ടിയിട്ടുണ്ട്, ക്വാണ്ടിഫൈഡ് ഡാറ്റ ഉണ്ട്. അപ്പൊ ആ ക്വാണ്ടിഫൈഡ് ഡാറ്റ നമുക്ക് എവിടെ എൻ്റർ ചെയ്യാം, നമ്മുടെ എക്സൽ ഷീറ്റിനകത്ത് എൻ്റർ ചെയ്യാം. എക്സൽ ഷീറ്റിന് അകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന്റെ മൊത്തം മീൻ കാണണം, അല്ലെങ്കിൽ ആവറേജ് കാണണം, അല്ലെങ്കിൽ ടോട്ടൽ കാണണം. ചുമ്മാ ആ ലാസ്റ്റ് കോളത്തിൽ അല്ലെങ്കിൽ റോയില് എൻഡ് ഓഫ് ദ റോ സെല്ല് അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ കോളം സെല്ല് എവിടെയാണോ നിങ്ങൾ ഏത് രീതിയിലാണോ ഡാറ്റ ഇൻസെർട്ട് ചെയ്തിട്ടുള്ള അതിന്റെ അടിസ്ഥാനത്തിൽ ആ സെല്ലിൽ കൊണ്ടുപോയിട്ട് FX ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർമുലാസ് വരും. ആ ഫോർമുല സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ ആ സംഗതി അവിടെ വരും. അപ്പൊ പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, അതായത് ഏത് സെല്ല് മുതൽ ഏത് സെല്ല് വരെ കളക്ട് ചെയ്യണം എന്നൊക്കെ ചില സംശയങ്ങൾ വരും. അപ്പൊ നമ്മൾ ആദ്യം അതിന് എന്ത് ചെയ്താൽ മതി, ഒന്നുകിൽ എക്സലിന്റെ തന്നെ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണാം, ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ സെർച്ച് ബോക്സിനകത്ത് ഹൗ ടു ഫൈൻഡ് ദ ടി വാല്യൂ ഓഫ് ദ ഗിവൺ ഡാറ്റ, അത് കൃത്യമായിട്ട് പറഞ്ഞുതരും. ഇനി അതൊന്നും വായിച്ചിട്ട് നമുക്ക് മനസ്സിലാവില്ല, അയ്യോ ഇതൊന്നും മനസ്സിലാവില്ല, കാരണം അത് ലിറ്ററേച്ചർ അല്ലേ. ആ വായിച്ചിട്ടൊന്ന് അവർ പറയുന്നുണ്ട് സെൽ C1 to സെൽ F1 പ്ലസ് സ്റ്റാർ then quotation then C1 അങ്ങനെ ഒരു ഫോർമുല ഒക്കെയാണ് അവിടെ. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് പിടിയില്ല. അപ്പൊ അത് സെലക്ട് ചെയ്യാൻ നമുക്കറിയില്ല. ഉടനെ എന്ത് ചെയ്യുക, നമ്മളുടെ സെലക്ഷൻ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് വീഡിയോ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ ഇങ്ങോട്ട് വരികയും അതിൽ നല്ല മിടുക്കന്മാര് കേമന്മാര് വിത്ത് റെഫറൻസ് എക്സാമ്പിൾസ് അതിന്റെ പ്രസന്റേഷൻ കൊടുത്തിട്ടുണ്ട്, പറഞ്ഞുതരും ഇത് ഇന്ന പോലെയൊക്കെ ഉണ്ട് ചെയ്യൂട്ടോ എന്ന് പറയും. അതൊരു 1-2 തവണ കേട്ട് കഴിയുന്ന സമയത്ത് നമ്മളതിൽ പുലികളാവും. അതിന് പിന്നെ വേണ്ടിയിട്ട് വേറെ ആളന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല, നമ്മളൊക്കെ പുലികളാണ്, അല്ലാണ്ട് നാട്ടുകാർക്ക് കാശ് കൊണ്ട് കൊടുക്കരുത്. ഇതിലൊക്കെ നമ്മൾ കഴിവുള്ള മുടുക്കന്മാരും മുടുക്കികളും ആവുക വേണ്ടത്. അപ്പൊ ഇത്തരത്തില് നമുക്ക് നമ്മുടെ എക്സൽ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും.
ഇനി SPSS പോയാൽ തന്നെ അവിടെ ഇനി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ആരുണ്ട് ഇപ്പൊ നമുക്ക്? ഈശ്വരനുണ്ട് നമ്മളെ രക്ഷിക്കാൻ. ആരപ്പ നമ്മുടെ ഈശ്വരൻ? നമ്മുടെ ഗുരു ഗൂഗിളാണ്. നമ്മുടെ ഈശ്വരൻ ആരാണ്? ഇപ്പോ ചാറ്റ് GPT ആണ് അല്ലേ? ചാറ്റ് GPT ഉണ്ട് കൊടുത്തിട്ട് മീൻ കാണടോ ചങ്ങാതി എന്നും പറഞ്ഞ് ഡാറ്റ കൊടുത്ത മീൻ കണ്ടുവരും. ടി വാല്യൂ കാണാൻ പറഞ്ഞാൽ ഓൻ കണ്ടുവരും. ഒരു വിഷമവും. ഓക്കെ, സോ ദർ ആർ പോസിബിലിറ്റീസ് ടു ഗെറ്റ് ഓൾ ദീസ് തിങ്സ്, റൈറ്റ്? നൗ അപ്പം ആദ്യം നമ്മൾ കണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടുവിൽ നിൽക്കുന്ന ടെൻഡൻസി എന്താണോ അതിനനുസരിച്ചിട്ടാണ് ബാക്കിയെല്ലാം നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുക. ഇപ്പോൾ 10 കുട്ടികളെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ആ കുട്ടികളിൽ 6ാമത്തെ കുട്ടി അല്ലെങ്കിൽ 11 കുട്ടികളുണ്ടെങ്കിൽ അതിൽ 6ാമത്തെ കുട്ടി, ആ 6ാമത്തെ കുട്ടിയെ ഫോക്കസ് ചെയ്ത് കണ്ട് ബാക്കി അപ്പുറത്തും ഇപ്പുറം നിൽക്കുന്നവരെ കുറിച്ച് പരാമർശിക്കുന്ന രീതിയാണ് ഇൻ അതർവൈസ് വി കോൾ സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ടൈപ്പാണ് നമ്മൾ കാണുന്നത് വേരിയേഷൻ. മെഷേഴ്സ് ഓഫ് വാരിയബിലിറ്റി ഓർ ഡിസ്പേഴ്സൺ. അപ്പം മെഷേഴ്സ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ദത്തത്തിന്റെ അതിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടു പോകുന്നു, എങ്ങനെ വേരിയേഷൻ വരുന്നു എന്നുള്ളതിനെ പറയും. അപ്പം അതിൽ സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ റേഞ്ച്, ആവറേജ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഈ 3 ഘടകങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്? വാരിയബിലിറ്റി അല്ലെങ്കിൽ ഡിസ്പേഴ്സൺ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പം അതിൽ ആദ്യത്തെ നമുക്ക് റേഞ്ച് എന്താണ് റേഞ്ച് എന്നുള്ളത് പരിശോധിക്കാം. അപ്പം അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ഒബ്സർവേഷൻ ഓഫ് ദ സ്കോർസ്, അതിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഞാൻ ഷെയർ ചെയ്തിരിക്കുകയാണോ? ഒരു മിനിറ്റ്, I shall share you the screen, then it will be easy for you. സ്ക്രീൻ കാണാണ്ടല്ലോ? ഹലോ? Yes sir. Yes sir. Yes sir. Okay, okay. So the screen is visible to you. അപ്പോൾ അതിനകത്ത് മക്കളെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് റേഞ്ച് എന്താണ്? 90 to 50 ഒരു റേഞ്ച് കൊടുത്തിട്ടുണ്ട്. ആ റേഞ്ചിന്റെ ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി 9 minus 50 plus 141. ദിസ് ഈസ് കോൾഡ് റേഞ്ച്. ഇത് നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ദെൻ സെലക്ഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ദ റേഞ്ച്. അപ്പം ഇതിൻ്റെ ഈ റേഞ്ചിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്? അതായത് ഇത് സാധാരണ നമ്മൾ ഈ റേഞ്ച് എവിടെയും ഉപയോഗിക്കുന്നത്, അതായത് ഈ നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റ ഈസ് ടു സ്കാൻഡ് ഓർ ടു സ്കാറ്റേഡ്. ഒരുപാട് സ്കാറ്റേഡ് ആയിട്ട് കിടക്കുകയാണ് നമ്മുടെ ഡാറ്റ എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഐഡിയയുമായി ബന്ധപ്പെട്ടിട്ട് എക്സ്ട്രീമായിട്ടുള്ള സ്കോറുകൾ ഉണ്ടെങ്കിലും നമ്മൾ സാധാരണഗതിയിൽ ഈ രണ്ട് സാധനവും നമ്മളൊരു ഈ എഡ്യൂക്കേഷണൽ റിസർച്ച് നടത്തുന്ന സമയത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പം അവിടെ അതിൻ്റെ ആവറേജ് ഡീവിയേഷനാണ് നമ്മൾ എടുക്കുക. എത്രത്തോളം വ്യത്യാസം മെയിൻ കേന്ദ്രത്തിൽ നിന്ന് മറ്റുള്ളവയിലേക്ക് ഉണ്ട് എന്നുള്ളത് പരിശോധിക്കുന്നതാണ് ആവറേജ് ഡീവിയേഷൻ. അതിൻ്റെ ഫോർമുലയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ദാറ്റ് യു ഹാവ് ടു ഗോ ടു ദർ ആവറേജ് ഡീവിയേഷൻ ഈസ് എങ്ങനെയാണ് അതിൻ്റെ ഫോർമുല എങ്ങനെയാണ് വർക്ക് ചെയ്യണം എന്നുള്ളത് യു ഹാവ് ടു ഗോ ത്രൂ ദാറ്റ്. ദെൻ ആവറേജ് ഡീവിയേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിൻ്റെയും നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ജനറൽ അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള മെഷർ ഓഫ് വേരിയബിലിറ്റി ആണ്
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളതുകൊണ്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, മെയിൻ സ്കോറിൽ നിന്ന് എത്ര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ അത് എവിടെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക എന്ന് കഴിഞ്ഞാൽ ഹാവിങ് ഗ്രേറ്റസ്റ്റ് സ്റ്റെബിലിറ്റി, കൃത്യമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി പ്രവചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രീം ഡീവിയേഷൻ ഉപയോഗിക്കുന്നത്, അതായത് ഇപ്പം നമ്മളൊരു റേറ്റിംഗ് സ്കെയിൽ എടുത്തിരിക്കണം. അപ്പോൾ ആ റേറ്റിംഗ് സ്കെയിലോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് സ്കെയിലോ എടുത്തിരിക്കണം. ഈ സ്കെയിലുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഏത് എക്സ്ട്രീം വരെ പോയിട്ടുണ്ട്, ഏത് എക്സ്ട്രീം വരെ കുറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സാധാരണയായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ നോർമൽ പ്രോബബിലിറ്റി കർവ്, ഇതിൻ്റെയൊക്കെ പിക്ടോറിയൽ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, നോർമൽ പ്രോബബിലിറ്റി കർവ്. ഇതിനകത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് നോർമൽ പ്രോബബിലിറ്റി കർവ് എന്നുള്ളത്. ആ ഒരൊറ്റ റെപ്രസെൻറ്റേഷൻ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇതൊരു സിമ്മട്രിക്കൽ അറൗണ്ട് ഇറ്റ്സ് വെർട്ടിക്കൽ ആക്സിസ്. വെർട്ടിക്കൽ ആക്സിസ് നിങ്ങൾക്കറിയാം, അതിൽ മീൻ, മോഡ്, മീഡിയൻ ഇത് മൂന്നിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദെൻ അതിൽ നിന്നുള്ള ഡീവിയേഷൻ എത്രയാണ് എന്നുള്ളത് ഒരു സിമ്മട്രിക്കലായിട്ട് വെർട്ടിക്കൽ ആക്സിസിനകത്ത് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ മീൻ, മോഡ്, മീഡിയൻ കമ്പ്യൂട്ട് ചെയ്തതൊക്കെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അതിനകത്തേക്ക് വരും. റൈറ്റ്, ഇനി അതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻസും നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കൂടെ കാണാൻ പറ്റും. ദെൻ മെഷേഴ്സ് ഓഫ് റിലേറ്റീവ് പൊസിഷൻസ്. നമ്മൾ ഡീവിയേഷൻസ് കണ്ടു, പിന്നെ റിലേറ്റീവ് പൊസിഷൻസ് എവിടെയാണ് എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ആണ്. അതിലാണ് നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും ടി സ്കോർ, ടി ടെസ്റ്റ് എന്നൊക്കെ പറയും. അതുപോലെ സിഗ്മ സ്കോർ വരും, പെർസെൻറ്റൈൽ റാങ്ക്. ഇത് മൂന്ന് മെഷേഴ്സ് ആണ് റിലേറ്റീവ് പൊസിഷൻസ് ഉപയോഗിക്കാൻ വേണ്ടി നാം സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. ഓക്കെ, ഇപ്പോൾ എന്താണ് നമുക്ക് സിഗ്മ സ്കോർ എന്നുള്ളത് നോക്കാം. അതായത് ഇറ്റ് ഡിസ്ക്രൈബ്സ് ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ ഡീവിയേഷൻ ഫ്രം ദ മീൻ ഈസ് മോർ മീനിങ് ഫുൾ ദാൻ ദ സ്കോർ ഇറ്റ്സെൽഫ്. അതായത് നമ്മുടെ കിട്ടിയിട്ടുള്ള ലഭ്യമായിട്ടുള്ള മീനിൽ നിന്ന് എത്രത്തോളം ഡീവിയേഷൻ, വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഡീവിയേഷൻ എത്രത്തോളം ഉണ്ട് സ്കോറിൽ എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ സിഗ്മ സ്കോർ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ സെഡ് ടെസ്റ്റ് എന്നാണ് സാധാരണ അതിനെ നമ്മൾ വ്യവഹരിക്കാറുള്ളത്. അപ്പം അതിൻ്റെയും ഫോർമുലയും മറ്റു കാര്യങ്ങളും ആപ്ലിക്കേഷൻസും ഇതിനകത്തുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ, ദെൻ രണ്ടാമത്തേതാണ് നമ്മുടെ റിലേറ്റീവ് പൊസിഷൻ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടി സ്കോർ അല്ലെങ്കിൽ ടി ടെസ്റ്റ്. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ സാധാരണ ഈ ആറ്റിറ്റ്യൂഡ് സ്കെയില് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം കണ്ടു. അതായത് രണ്ട് തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? എന്തൊക്കെയായിരുന്നു രണ്ട് തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാട്ടെ. രണ്ട് തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നമ്മുടെ ഒരു ഈ ആറ്റിറ്റ്യൂഡ് സ്കെയിലോ അല്ലെങ്കിൽ റേറ്റിംഗ് സ്കെയിലോ നമ്മൾ ഉൾപ്പെടുത്തുന്നത്? ഹലോ, എന്തായാലും ഒന്നും മിണ്ടാത്ത ആരും ഇല്ലേ? കേൾക്കണില്ലേ മക്കളെ? കേൾക്കാം സർ. ആ, അതായത് രണ്ട് തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റും പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ഹൈ പോസിറ്റീവ് ആൻഡ് ഇൻക്രീസിങ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? യെസ് സർ.
and less increase. ഓക്കെ And ഓക്കെ. less interest. അപ്പം നമുക്ക് ഒന്നുകിൽ നെഗറ്റീവ് ഓർഡറിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ കിട്ടിയിട്ടുള്ള സ്കോറുകൾ നെഗറ്റീവ് സ്കോറുകളാണെങ്കിൽ അതേപോലെ തന്നെ ഡെസിമൽ സ്കോറുകളാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്കോറുകളാണ് ടി സ്കോറുകൾ. സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിക്കാറ് ഈ നൾ ഹൈപ്പോത്തിസിസ് സ്റ്റേറ്റ് ചെയ്യുമ്പോൾ ഒട്ടനെ കയറി പിടിക്കും എന്ത് ടി ടെസ്റ്റ്. ടി സ്കോറാണ് നമ്മളത് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. Then percentile rank is another inferential statistical technique. അപ്പം അതിൽ നമ്മുടെ ടോട്ടൽ പെർസെൻറ്റേജിൻ്റെ സ്കോറ് അതിൻ്റെ ഒരു റേഞ്ച് ഉണ്ടാക്കിക്കൊണ്ട്, അതായത് അത് റാങ്ക് ചെയ്യണം നമ്മൾ ഇത്ര മുതൽ ഇത്ര വരെയുള്ള പെർസെൻറ്റേജ്. ഇപ്പം നമ്മൾ ഈ പെർസെൻറ്റൈൽ റാങ്ക് ആണ് നമ്മൾ സാധാരണ ആയിട്ട് നമ്മുടെ UGC നെറ്റ് പരീക്ഷയൊക്കെ എഴുതിയവരില്ലേ, ഈ നെറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നീറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ള ചിലവർ പലരും പറയാറുണ്ട്, എന്താ പറയുക, ജസ്റ്റ് ഞാൻ അങ്ങോട്ട് ആ കട്ട് ഓഫ് മാർക്കിൻ്റെ തൊട്ട് താഴെ ഉണ്ടായിരുന്നു കേട്ടോ, കയറിയില്ല. എന്താ അവിടെ സംഭവം? അവിടെ പെർസെൻറ്റൈൽ റാങ്ക് ആണ് നോക്കുന്നത്. ആ പെർസെൻറ്റൈൽ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കട്ട് ഓഫ് മാർക്ക് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് സ്ലോട്ടുകളായിട്ട് പെർസെൻറ്റേജുകൾ പെർസെൻറ്റേജ് സ്കോർ എടുത്തിട്ട് അതിനെ സ്ലോട്ടുകളായിട്ട് തിരിച്ചിട്ടാണ് കട്ട് ഓഫ് മാർക്ക് ഫിക്സ് ചെയ്യുക. അപ്പം 80th percentile is a score of 60. 60% of the score fall below 60. അതേപോലെ അതിൻ്റെ മീഡിയൻ എന്തായിരിക്കും? അതിൻ്റെ 50 ആയിരിക്കും മീഡിയം വരിക. അപ്പോൾ 50% ഓഫ് ദ സ്കോർ ഫോൾസ് ബിലോ. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് വരുന്നത് 50% സ്കോറിന് താഴെയുള്ളവരൊക്കെ ഒഴിവാക്കപ്പെടുന്നതാണ്. കട്ട് ഓഫ് മാർക്ക് അതിൻ്റെ മുകളിലേക്കാണ്. ഓക്കെ, so this is called a percentile ranking technique. Then measures of a relationship. നമ്മൾ കോറിലേഷൻ സ്റ്റഡി ആണ് നടത്തുന്നതെന്ന് വിചാരിക്കുക. കോറിലേഷൻ സ്റ്റഡി നടത്തുന്ന സമയത്ത് ഉപയോഗിക്കാവുന്ന ടെക്നിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് കോറിലേഷൻ, അവിടെ പലതരത്തിലുള്ള കോറിലേഷൻസ് ഉണ്ട്. ഒന്ന് റിലേറ്റീവ് ആൻഡ് ടൈപ്പ് ഓഫ് ഡാറ്റ. ഒന്ന് റിലേറ്റീവ് കോറിലേഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഡാറ്റ. ഈ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ദെൻ അവിടെ ഈ കോറിലേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് പ്രൊഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ. ഓക്കെ, ഈ പ്രൊഡക്റ്റ് മൊമെന്റ് കോറിലേഷനിൽ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് കാൽക്കുലേഷൻ ഓഫ് പിയേഴ്സൺസ് ആർ ഫ്രം അൺഗ്രൂപ്പ്ഡ് ഡാറ്റ, ആർ സ്കോർ എന്ന് പറയും. അപ്പം ഇത് സാധാരണയായിട്ട് ഒരു അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു കാൽക്കുലേഷൻ ടെക്നിക്കാണ് പിയേഴ്സൺസ് ആർ. ഓക്കെ, അല്ലെങ്കിൽ ആർ സ്കോർ. എൻ്റെ ഫോർമുലയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വായിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു നീഡ് മോർ ടൈം, റൈറ്റ്. ദെൻ റാങ്ക് ഓർഡർ കോറിലേഷൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് എന്തായിരുന്നു? നമ്മുടെ പിയേഴ്സൺസ് ആർ ഫ്രം ഗ്രൂപ്പ് ഡാറ്റ എന്നാണ് നമ്മൾ കണ്ടത്. ദെൻ രണ്ടാമത്തെ ടൈപ്പാണ് റാങ്ക് ഓർഡർ കോറിലേഷൻ. അതായത് നമുക്ക് ഓരോ കിട്ടിയ ഡാറ്റ മുഴുവൻ റാങ്ക് ചെയ്യുന്നു, ആ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ കോറിലേഷൻ കണ്ടെത്തുന്നു. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്പിയർമാൻ റാങ്ക് ഓർഡർ കോഎഫിഷ്യന്റ് കോറിലേഷൻ, അല്ലെങ്കിൽ RHO. ഇപ്പം ഒരു ഓർഡിനൽ ഫോം ഓഫ് മെഷർമെൻറ്റ്, ഓർഡിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്കിങ് ആണ്. ആ റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ കോറിലേഷൻ കണ്ടെത്തുന്നതിനെയാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് റാങ്ക് ഓർഡർ കോറിലേഷൻ. നൗ analysis of quantitative data inferential statistics based on parametric test. പാരാമെട്രിക് ടെസ്റ്റ് വെച്ചുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിക്സ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ അസംഷൻസ് ഫോർ മോസ്റ്റ് പാരാമെട്രിക് ടെസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. വേരിയബിൾ ഡിസ്ക്രൈബ്ഡ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ഇന്റർവൽ ഓർ റേഷ്യോ സ്കെയിൽ ആൻഡ് നോട്ട് ഇൻ നോമിനൽ ഓർ ഓർഡിനൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ്. അതായത് വേരിയബിൾസ് നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്
ഇന്റർവെല്ലോ അല്ലെങ്കിൽ റേഷ്യോ സ്കെയിലിലോ ആണെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാരാമെട്രിക് ടെസ്റ്റുകൾ. പിന്നെ സാമ്പിള് ഈക്വലോ അല്ലെങ്കിൽ ഏകദേശം തുല്യമോ ആയിട്ടുള്ള സന്ദർഭത്തിൽ നമ്മൾ പാരാമെട്രിക് ടെസ്റ്റുകൾ ഉപയോഗിക്കും. അതുപോലെ പോപ്പുലേഷൻ വാല്യൂ ആർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. നമ്മൾ എടുക്കുന്ന സാമ്പിള്, ആ സാമ്പിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ മൊത്തം പോപ്പുലേഷൻ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ പാരാമെട്രിക് ടെസ്റ്റുകൾ ഉപയോഗിക്കാം. Then observations are independent. We are using the parametric tests. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഇൻഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ ലാർജ് സാമ്പിളിൽ ഉപയോഗിക്കുന്നതെന്ന് പരിശോധിക്കാം. ഇപ്പം സെൻട്രൽ ലിമിറ്റ് തിയറം, അതായത് നമ്മൾ എടുത്തിട്ടുള്ള ഡാറ്റയുടെ സാമ്പിൾ മീൻസ്, ആ മീൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു സെൻട്രൽ ലിമിറ്റ് തിയറം ഉണ്ടാക്കുന്നത്. എവിടം വരെ പോകണം, എവിടെ നിൽക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്നത്. അവിടെ അത് ഈ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, സ്റ്റാൻഡേർഡ് എറർ എന്താണ് എന്ന് ഉറപ്പുവരുത്തണം. എന്താണ് സ്റ്റാൻഡേർഡ് എറർ എന്ന് പരിശോധിക്കാം. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്ലൂ ആസ് ടു ഹൗ ഫാർ സച്ച് സാമ്പിൾ മെൻസ് എക്സ്പെക്റ്റഡ് ടു ഡീവിയേറ്റ് ഫ്രം പോപ്പുലേഷൻ മീൻ. അതായത് എത്രത്തോളം നമ്മുടെ പോപ്പുലേഷൻ മീനിൽ നിന്ന് നമ്മുടെ സാമ്പിൾ മീനിൽ വ്യത്യാസം വരുന്നു. അവിടെ അത് പരിശോധിച്ചിട്ട് നമുക്കത് പറഞ്ഞു തരുന്നത് അവിടുത്തെ എറേഴ്സ് ഇൻ എസ്റ്റിമേഷൻ ഇൻ ദ പർട്ടിക്കുലർ സാമ്പിളിംഗ് സിറ്റുവേഷൻ. നമ്മളിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള സാമ്പിള്, ആ സാമ്പിളിൻ്റെ ഡാറ്റ മെഷർ ചെയ്യുന്ന സമയത്ത് അത് പോപ്പുലേഷനിൽ നിന്ന് എത്രത്തോളം നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കണ്ടെയ്ൻ ചെയ്യുന്നില്ല. ദിസ് ഈസ് അതർവൈസ് വി കോൾ ദ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ പോപ്പുലേഷനിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്തു. എന്നിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇതാണല്ലോ, ഈ സാമ്പിള് പോപ്പുലേഷനകത്ത് ജനറലൈസ് ചെയ്യാൻ പോവാണ്. അതായത് ഹൈസ്കൂൾ കുട്ടികൾ, നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള ഹൈസ്കൂൾ കുട്ടികളോട് പുതിയ പഠന രീതിയോടുള്ള മനോഭാവമാണ് പരിശോധിക്കുന്നത് വിചാരിക്കാം. അപ്പം അത് കേരളത്തിലെ മൊത്തം കുട്ടികൾക്ക് നമുക്ക് ബാധകമാക്കിയിട്ടാണ് നമ്മൾ പറയണത്, കേരളത്തിൽ. പക്ഷെ അതിൻ്റെ സാമ്പിൾ നമ്മൾ എടുത്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ, എറണാകുളം ജില്ലയിലെയും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലയിലും, 3 ജില്ലയിൽ നിന്ന് നമ്മൾ സാമ്പിൾ എടുത്തിട്ടുണ്ട് കുറേ കുട്ടികൾ. ഇത് എന്നിട്ട് ജനറലൈസ് ചെയ്യുന്നത് മൊത്തം കേരളത്തിലെ ഹൈസ്കൂൾ കുട്ടികളിലാണ്. അത് പറയുമ്പോൾ നമ്മുടെ ഈ മെഷർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എടുത്തിട്ടുള്ള സാമ്പിള്, ആ സാമ്പിളും അതുപോലെ തന്നെ ഈ പോപ്പുലേഷനും ഇത് രണ്ടിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് മാച്ച് ആകണം. അതിൻ്റെ ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്യും. ആ തിരുവനന്തപുരത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഉദാഹരണത്തിന് CBSE സ്കൂളിൽ നിന്നാണ് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. പ്രശ്നമാണ് അല്ലേ? അപ്പം ക്യാരക്ടറിസ്റ്റിക്സിനെ എത്രത്തോളം ഒരു സാമ്പിള് അല്ലെങ്കിൽ പോപ്പുലേഷൻ കൃത്യമായിട്ട് ബെയർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നിടത്താണ് നമ്മുടെ സ്റ്റാൻഡേർഡ് എറർ ഉപയോഗിക്കുന്നത്. ഓക്കെ, നൗ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് അത് വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് നിങ്ങളുടെ ടെസ്റ്റിനടുത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് ടു വാക്കുകളിൽ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് എന്തായാലും ചെയ്തേ പഠിക്കാൻ പറ്റുള്ളൂ. സോ വാട്ട് യു ഹാവ് ടു ഡു, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. കാരണം ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ 7 മണി വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 7 മണി വരെയുള്ള സെഷൻ കഴിഞ്ഞാൽ
നമ്മുടെ ഇഗ്നുവിന്റെ ഇതനുസരിച്ചിട്ട് നാളെ നമ്മൾ വെക്കാന്നല്ലേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്? നാളെ മറ്റന്നാളും അല്ല, ഇന്നും നാളെ. ഹലോ, അപ്പൊ നാളെ ഇപ്പൊ എന്തായാലും നമ്മുടെ നിങ്ങളുടെ റീജിയണൽ സെന്ററിൽ ആരും ഉണ്ടാകില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് നാളെ ക്ലാസ് ഉണ്ടാവില്ല. ഇനി ആകെ ഒരൊറ്റ സെഷന് ബാക്കിയുള്ളൂ, റൈറ്റ്? അപ്പൊ ഇത് ഫോർമാലിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഫോർമൽ ഇതിന് വേണ്ടിയിട്ട് വി വിൽ കൺക്ലൂഡ് ബൈ മൺഡേ. മൺഡേ ഏത് സമയത്താണ് വേണ്ടത്? നമ്മുടെ 5:45 തുടങ്ങി 7:45 വരെ പോരെ? അപ്പൊ അതോടുകൂടി നമ്മൾ കൺക്ലൂഡ് ചെയ്യും. എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ഈ ഒരു സെഷൻ കൊണ്ടൊന്നും നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടൊരു വലിയ ധാരണ ഉണ്ടാകാൻ പോണില്ല എന്നുള്ളത് ഇത്രയും കാലത്തെ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലും ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ് ഓടിപ്പോകുന്നതിന്റെ അടിസ്ഥാനത്തിലും എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഇമെയിൽ ID തന്നത്. അപ്പോൾ ആ ഇമെയിൽ ID-യിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇനി ആ ഇമെയിൽ ID നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് മൈ ഇമെയിൽ ID. ഓക്കെ, അപ്പോൾ ആ ഇമെയിൽ ID-യിൽ യു ക്യാൻ കോണ്ടാക്ട് മീ. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇഫ് യു ക്രിയേറ്റ് എ ഗ്രൂപ്പ് ആൻഡ് ആഡ് മീ, there you can discuss, and wherever I can give you some directions or suggestions, that also I will do. Okay, അപ്പം ഇതാണ് നമ്മുടെ സിറ്റുവേഷൻസ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം ഉണ്ട് കേട്ടോ. അതായത് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെ ഞാൻ എന്ത് പറയുന്ന ആ വിഷയത്തെ കുറിച്ചിട്ട് പരിപൂർണമായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എന്താ ചെയ്യുക, ഇതിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻസ്. 5 വലിയ ചാപ്റ്റേഴ്സ് തന്നിട്ട് 8 ദിവസം കൊണ്ട് തീർക്കണം. അത് 8 ദിവസത്തിലാകെ നമുക്ക് കിട്ടുന്ന 1.5 മണിക്കൂറാണ്. അപ്പം അതിൻ്റെതായിട്ട് പിന്നെ ഇത് നമ്മളൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ദാറ്റ്സ് ഓൾ. ഓക്കെ, ടെസ്റ്റിംഗ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതായത് whenever you want to get some input for your betterment or for your research purpose, you can. I think you have noted my email ID. ഇല്ലേ? ഇമെയിൽ ID കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? കിട്ടിയിട്ടുണ്ട്. അതിൽ at any time you can mail to me. ഞാൻ ആരും ഇതുവരെ റെസ്പോണ്ട് ചെയ്ത് കണ്ടില്ല. കാരണം അത് നമ്മുടെ പൊതു സ്വഭാവമാണ്. കാരണം അങ്ങനെയാണ് നമ്മുടെ സമൂഹം, നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ രീതിയും കാര്യങ്ങളൊക്കെ. നമ്മുടെ മലയാളിയോട് നമ്മളൊരു കാര്യത്തെ കുറിച്ചിട്ട് ഒരു സദ്യ കഴിഞ്ഞിട്ട് വരികയാണ്, അല്ലെങ്കിൽ ഒരു സിനിമ കഴിഞ്ഞിട്ട് വരികയാണ്, സാധാരണഗതിയിൽ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ മറുപടി കേൾക്കുക? കുഴപ്പമില്ലാന്ന്. കുഴപ്പമില്ലാന്ന്. ആർക്കാ കുഴപ്പമില്ലാത്തത്? അതായത് കുഴപ്പമില്ലാന്ന് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല് ഭയാണ് നമുക്കേ. സത്യം പറയാൻ മടിക്കുന്ന അടിമകളായിട്ടുള്ള മലയാളി. നമ്മുടെ വിദ്യാഭ്യാസം അങ്ങനെ പഠിപ്പിച്ചു, നമ്മൾ അങ്ങനെ ആക്കി. ഇപ്പൊ ഒന്നും മിണ്ടാൻ നിർവാഹമില്ല. മിണ്ടിക്കഴിഞ്ഞാല് മിണ്ടാൻ പേടിയാ. ഭയം നമ്മുടെ രക്തത്തിൽ മുഴുവൻ ഇങ്ങനെ ഉറഞ്ഞു തുള്ളി കിടക്കണോണ്ട് ആരും ഒന്നും പ്രതികരിക്കില്ല. നമ്മുടെ മൗലിക അവകാശങ്ങൾ പോലും നഗ്നമായിട്ട് ലംഘിക്കുമ്പോൾ അതിനെതിരെ ഒരു ശബ്ദം പോലും ഉയർത്താൻ ഹെൽപ്പില്ലാത്ത, ധൈര്യമില്ലാത്ത, ആർജവുമില്ലാത്ത സമൂഹമായിട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പോട്ടെ, അതല്ല ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഡിസ്കഷൻ. വി ഷൽ കം ബാക്ക്. ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് എങ്ങനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സിഗ്നിഫിക്കൻ്റ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് എന്നൊക്കെ ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ നോ സിഗ്നിഫിക്കൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ സിഗ്നിഫിക്കൻസ് 2 മീനുകൾ ഇൻഡിപെൻഡൻ്റ് ലാർജ് ആൻഡ് സ്മോൾ സാമ്പിൾസിനകത്ത് എങ്ങനെയാണ് നോക്കുക എന്നല്ല. ലാർജ് സാമ്പിളിന് അകത്ത് നോക്കുന്നതിന് വേണ്ടിയിട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അറൗണ്ട് പോപ്പുലേഷൻ മീൻ നമ്മൾ നോക്കാറുണ്ട്. അതേപോലെ സ്റ്റാൻഡേർഡ് എററുകളും ഇതിനകത്ത് നോക്കാറുണ്ട്. അതുപോലെ തന്നെ സ്മോൾ സാമ്പിളിന് അകത്താണെന്നുണ്ടെങ്കിൽ ടി ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ സാധാരണ നോക്കാറുള്ളത്. ദെൻ 2 ഡിപ്പെൻഡൻ്റ് സാമ്പിൾസ് ആണ് എങ്കിൽ
അവിടെയും നമ്മൾ സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ സമ്പ്രദായം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ടെക്നിക്കിൽ ഒരു നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, this whole thing you just go through that. If I keenly enter into it, അത് വലിയ പ്രശ്നമാവും. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്, അതായത് കോറിലേഷൻ വെക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് കോറിലേഷനാണ് സാധാരണ പ്രയോഗിക്കാറ്. അതേപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻസ് പിയേഴ്സൺസ് കോഎഫിഷ്യൻസ് ഓഫ് കോറിലേഷൻ ഓഫ് 2 ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസിനും നമ്മുടെ കയ്യിൽ മരുന്നുകളുണ്ട്. ഓൾ ദീസ് ആർ എക്സ്പ്ലെയിൻഡ് ഹിയർ ഇൻ ദ ലിറ്ററേച്ചർ. ഓക്കെ, so now if I go through all this, we cannot conclude anyhow. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ബേസ്ഡ് ഓൺ നോൺ പാരാമെട്രിക് ടെസ്റ്റ് റിലേറ്റഡ് ടു സാമ്പിൾസ്, അതിന് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് ദ സൈൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സിഗ്നിഫിക്കൻസ് നോക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടെസ്റ്റാണ് സൈൻ ടെസ്റ്റ്. ദെൻ വിൽകോക്സോൺ മാച്ച്ഡ് പെയേഴ്സ് റാങ്ക്ഡ് ടെസ്റ്റും ഇതിനകത്ത് ഉപയോഗിക്കാറുണ്ട്. പേരൊക്കെ കേട്ട് ഞെട്ടണ്ട, വളരെ സിമ്പിളാണ് അത്. ദെൻ സ്പിയർമൻസ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഞാൻ മുമ്പ് ക്ലാസ്സിൽ എപ്പോഴോ അത് പരാമർശിക്കേണ്ടായി. ദെൻ now we are coming to analysis of qualitative data. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ നമുക്ക് പറയാൻ വേണ്ടി നമുക്ക് ഒരുപാട് തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി ഈ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എങ്ങനെയാണ് നമ്മൾ പരിശോധിക്കുക എന്നുള്ളത് ഒന്ന് ചർച്ച ചെയ്യും. ഓക്കെ, ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റ ക്വാണ്ടിഫൈ ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് പറയാൻ തുടങ്ങും. പക്ഷേ നമ്മുടെ ഈ ക്വാളിറ്റേറ്റീവ് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ചെയ്യുക, അത് പലരുടെയും ഒരു സംശയമാണ്. ഇപ്പോൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് 2 types ഓഫ് ഡാറ്റ ഉണ്ടെന്ന് പറഞ്ഞു. ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഇനി ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഡിസ്ക്രൈബ്സ് ആൻ എംപിരിക്കൽ ഇവന്റ് ഓർ ഫിനോമിന ഇൻ എ ന്യൂമറിക്കൽ സിസ്റ്റം. അവിടെ നമ്മൾ നോമിനൽ, ഓർഡിനൽ, ഇന്റർവെൽ, റേഷ്യോ സ്കെയിലുകളൊക്കെ മെഷർമെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഇവൻറ്റ്സ്, അല്ലെങ്കിൽ പീപ്പിൾസ്, അല്ലെങ്കിൽ ഒബ്സർവ്ഡ് ബിഹേവിയർ ഓർ റിസീവ്ഡ് റെസ്പോൺസ് ഇൻ സെർട്ടൻ ഒക്കേഷൻസ് ഓർ കോണ്ടെക്സ്റ്റ്. ഈ ഡാറ്റയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. നമ്മൾ അതിനെ ക്വാണ്ടിഫൈ ചെയ്തിട്ടില്ല. അപ്പം അത് ഈ അവരെ ആറ്റിറ്റ്യൂഡോ ബിലീഫോ ഇൻട്രസ്റ്റോ എന്തുമാകാം. അപ്പം ആ കിട്ടിയിട്ടുള്ള ഡാറ്റയെ, അതായത് വെർബൽ ഡാറ്റയാണ്, ആ ക്വാളിറ്റേറ്റീവ് നേച്ചറാണ് അതിനുള്ള, ക്വാണ്ടിറ്റേറ്റീവ് നേച്ചറില്ല. ആ ക്വാളിറ്റേറ്റീവ് നേച്ചറിനെയാണ് നമുക്ക് ഉപയോഗപ്പെടുത്തുന്നത്, നമ്മുടെ ഇന്റർപ്രിറ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ദിസ് ഈസ് കോൾഡ് അതർവൈസ് വെർബൽ ഡാറ്റ. ഇനി എങ്ങനെയാണ് ഇത് അനലൈസ് ചെയ്യുക? നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ടെക്നിക്കൊന്നുമില്ല, ബട്ട് നമ്മൾ അതിനെ റാങ്ക് ചെയ്യും. ഒരു ഉദാഹരണത്തിന് ഒരു ഒബ്സർവേഷന് അകത്ത് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസുകൾ എത്രയാണ്, അപ്പം ഇത്ര പോസിറ്റീവ് റെസ്പോൺസസ് എലിസിറ്റഡ് ബൈ ദ റെസ്പോണ്ടൻറ്റ് എന്ന് രേഖപ്പെടുത്തുന്നു. അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചില റെസ്പോൺസുകളുണ്ട്, അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരിശോധിച്ചിട്ട് അതിൻ്റെ ആകത്തുകയുടെ അടിസ്ഥാനത്തിൽ
ഇപ്പൊ നമ്മള് കല്യാണത്തിന് പോയി കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നമ്മളവിടെ എത്ര ആൾക്കാർ വന്നു, എത്ര മേശയുണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര ആൾക്കാർ മറ്റേ വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് വന്നു, അല്ലെങ്കിൽ എത്ര ആളുകൾ വജ്രാഭരണങ്ങൾ ധരിച്ചു വന്നു എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ ആകെ കൂടിയിട്ട് മൊത്തം വിലയിരുത്തലുണ്ട്. എന്താ വിലയിരുത്തല്? അതായത് ഫുഡ് എങ്ങനെയുണ്ട്, ഡെക്കറേഷൻ എങ്ങനെയുണ്ട്, അറേഞ്ച്മെന്റ് എങ്ങനെയുണ്ട്, എത്ര VIP വന്നു, പിന്നെ മറ്റേ വരൻ വധു വരുന്നതിനെ സ്വീകരിക്കണം. ഇപ്പൊ പല പല പരിപാടികളാണല്ലോ അല്ലെ. ഇപ്പൊ ഫ്ലൈറ്റിൽ നിന്ന് താഴത്തേക്ക് ചാടുന്ന വധുവും വരനും വരുന്ന കാലഘട്ടമാണ്. അപ്പൊ ഇതൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ട് വി വിൽ റീച്ച് ഇൻ എ കൺക്ലൂഷൻ ദാറ്റ് എന്താണ്, ഇന്ന കാര്യങ്ങളൊക്കെ അവിടെ നടന്നു. കല്യാണത്തിന് മമ്മൂട്ടി വന്നിട്ടുണ്ടായിരുന്നിട്ടാ, അല്ലെങ്കിൽ മോഹൻലാൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നു എന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ വെച്ചോണ്ട് നമ്മള് അടിപൊളി ഫുഡായിരുന്നു, ഏത് ഫുഡ് വേണമെങ്കിലും എടുത്ത് കഴിക്കായിരുന്നു കേട്ടാ. പിന്നെ ഫുഡ് നേരത്തെ ഇങ്ങനെ ബുഫേ ആയിരുന്നു, അടിപൊളി ബുഫേ. വെജിറ്റേറിയൻ ഉണ്ട്, നോൺ വെജിറ്റേറിയൻ ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സംഗതികളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവസാനം കൺക്ലൂഷൻ എത്തുന്നു, സൂപ്പർ കല്യാണമായിരുന്നു. ഓക്കെ. So this is in other words the interpretation style of a qualitative data. ഇനി ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പ് ഏതാണ്ട് സൂചിപ്പിച്ചുള്ള അതിന്റെ സോഴ്സിനും കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാനിവിടെ പറയുന്നില്ല. ഓക്കെ. ഇനി നമ്മുടെ ഈ ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന സ്ട്രക്ചേർഡ് ആൻഡ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ അനാലിസിസ് എങ്ങനെ നടത്തണം എന്നുള്ളത്, അതിനെ കുറിച്ചിട്ട് ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിൽ കൂടെ അത് ഇവിടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, സ്കൂൾ ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. അപ്പോൾ ഒരു സ്ട്രക്ചേർഡ് അനലിറ്റിക്കൽ കാറ്റഗറി ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്ട്രക്ചേർഡ് അനലിറ്റിക്കൽ കാറ്റഗറി, ഇംപിഞ്ചിങ് ഫാക്ടേഴ്സ്, ഇന്റേണൽ കോണ്ടെക്സ്റ്റ്, അഡോപ്റ്റ് ഡിസിഷൻസ്, സൈക്കിൾ ട്രാൻസ്ഫോർമേഷൻ, ഔട്ട്കംസ്, ഇങ്ങനെ 6 തരംതിരിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നത്. അത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണത്തിൽ കൂടെ പറയാം. നമ്മുടെ SSA സമഗ്ര ശിക്ഷാ അഭിയാൻ. അപ്പൊ സമഗ്ര ശിക്ഷാ അഭിയാൻ നമ്മുടെ സ്കൂളുകളിൽ എങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മളൊരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് നടത്തുന്നു. അപ്പൊ ക്വാളിറ്റേറ്റീവ് റിസർച്ച് നടത്തുന്ന സമയത്ത് അതിനെ ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചു. അതായത് ടീച്ചേഴ്സിന്റെ ഫാക്കൽറ്റി അവയർനെസ്, പിന്നെ അഡോപ്ഷൻ ഓഫ് മെത്തഡോളജി, അതേപോലെ തന്നെ കുട്ടികളുടെ ലേണിംഗ് അച്ചീവ്മെന്റ്, അങ്ങനെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ മെത്തഡോളജി ദാറ്റ് വി അഡോപ്റ്റ് ഫോർ ദ അനാലിസിസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ഓക്കെ. So this all about simply say our statistical or analysis of a okay. ഇനി ക്വാളിറ്റേറ്റീവ് റിസർച്ചിനകത്ത് ഡാറ്റ അനാലിസിസിന്റെ ടെക്നിക്കിനെ കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മുടെ ഓരോ സ്ട്രക്ചറിനും അനുസരിച്ച് കൊണ്ടുള്ള ഡാറ്റ നമ്മൾ കറക്റ്റ് ചെയ്ത്, ഇപ്പോൾ സ്കൂളിൽ നമ്മുടെ SSAയുടെ ഇംപ്ലിമെന്റേഷനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ടീച്ചേഴ്സിന്റെ ടീച്ചിങ് ക്വാളിറ്റി അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് സൈഡൊക്കെ അത് എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കുന്ന സെക്ഷൻ. പിന്നെ ലേണിംഗ് ഇന്നോവേറ്റീവ് മെത്തഡോളജി അഡോപ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ, അതുപോലെ അവരുടെ ICT അവയർനെസ്, ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങൾ. ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്നു. ദെൻ ഫെമിലിയറൈസിങ് വൺ സെൽഫ് വിത്ത് ദ ഡാറ്റ. ദെൻ ഇവിടെ ഇനി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ടെക്നിക്കാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഓരോ സ്ട്രക്ചറിനെയും നമുക്ക് ഓരോ കോഡ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ഈ സ്ക്രീൻ. ജസ്റ്റ്
ഓക്കെ. അതായത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് കോഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ് പ്രോഗ്രാം ഓർഗനൈസേഷൻ ORG ഈ തരത്തിൽ നമുക്ക് കോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതിലെ തന്നെ ടൈപ്സ് ഓഫ് കോഡ്സ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് കോഡ്സ് ഉണ്ട്, പാറ്റേൺ കോഡ്സ് ഉണ്ട്. പാറ്റേൺ കോഡ്സ് ഈ ഡിസ്ക്രിപ്റ്റീവ് കോഡ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന രീതികൾ തന്നെയാണ്. അതായത് ഇപ്പോൾ മോട്ടിവേഷന് MOT അല്ലെങ്കിൽ പ്രോഗ്രാമിന് PROG എന്ന് വെക്കുന്ന പോലെ അത് ഡിസ്ക്രിപ്റ്റീവ് കോഡ്. പിന്നെ പാറ്റേൺ കോഡ് ഉണ്ട്. പാറ്റേൺ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തെമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ് ടാറ്റ്, അപ്പോൾ അതേപോലെയുള്ള പാറ്റേൺ കോഡ്സും നമുക്ക് എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി വയ്ക്കാം. ഓക്കെ. സോ I would like to conclude with this. Some of the details of the content analysis that remain that we will have tomorrow, not tomorrow, Monday evening. പിന്നെ ഞാൻ നിങ്ങളുടെ RCCയുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തെ പറ്റുവാണെന്നുണ്ടെങ്കിൽ 1-2 സെഷൻ കൂടെ തരണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ that I will ask them, then I will provide you. Okay. So today shall we conclude because 7:45 എനിക്ക് അടുത്ത ഒരു ഓൺലൈൻ മീറ്റിംഗ്, നാഷണൽ ലെവൽ മീറ്റിംഗ് ഉണ്ട്. So I will be attending that. Okay. So thank you for your presence today. Monday വീണ്ടും കാണാം. Bye. Good night. Thank you, sir. Okay, thank you, sir.